രോഗിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവാകുന്നത്. അതാണ് സുവിശേഷം. ബാക്കി ലോകത്തിൽ ജനിച്ചവരാരും തന്നെ മരിച്ചിട്ടുണ്ട്, ഉയർത്തെഴുന്നേറ്റിട്ടില്ല. അപ്പോൾ ഉയർത്തെഴുന്നേറ്റവൻ്റെ സുവിശേഷം നമുക്കുണ്ട്. ആ ഉയർത്തെഴുന്നേറ്റവൻ്റെ സുവിശേഷം നമ്മൾ പറയുമ്പോൾ ഒന്ന് പറഞ്ഞു നോക്കി, ആ ഉയർപ്പിൻ ശക്തി നമ്മിൽ വ്യാപരിക്കും. കർത്താവായ യേശു ശമരിയ സ്ത്രീയോട് സുവിശേഷം അറിയിക്കുമ്പോൾ വിശന്നാണ് സുവിശേഷം അറിയിച്ചത്. പക്ഷേ സുവിശേഷം അറിയിച്ചു കഴിഞ്ഞപ്പോൾ യേശുവിൻ്റെ വയറ് നിറഞ്ഞു, ശമരിയ സ്ത്രീയുടെ വയറ് നിറഞ്ഞു. ശമരിയ സ്ത്രീ പോയി ആ ഗ്രാമവാസികളെല്ലാം നിറച്ചു. നോക്കണം, അത് കളഞ്ഞു പോയതാണ് ഇന്ന് പെന്തിക്കോസ് ലോകത്തിലെ ഏറ്റവും വലിയ ദോഷം. സുവിശേഷം കളഞ്ഞു. മറ്റത് ഓരോ വിശ്വാസികളും സുവിശേഷം അറിയിക്കുന്നു. ഇന്ന് അതിന് പകരം ലോകത്തിൽ മക്കളെ സമ്പാദ്യത്തിന് വിടാനല്ലേ നിങ്ങളുടെ ലക്ഷ്യം. നിങ്ങൾ ഏത് സ്വർഗരാജ്യത്തിൽ പോകുന്നു ചിന്തിച്ചു? അവർ പഠിക്കട്ടെ, ദൈവം പഠിപ്പിച്ചോളും. നിങ്ങളുടെ ആയുസ്സും ആരോഗ്യം, ഒരു കിട്ടുന്ന ഒരു ആയുസ്സും ആരോഗ്യം മുഴുവൻ ഈ ലോകത്തോട് മല്ലടിച്ചടിച്ച് കുറേ കാശും ഉണ്ടാക്കി ഒരു വീടും പണിത് മതിലും കെട്ടി അതിനകത്തിങ്ങനെ വിശ്രാമ ജീവിതം ചെയ്താൽ, ചെയ്യേണ്ടെന്നല്ല ചെയ്യണം, അതോടൊപ്പം നിങ്ങളുടെ ദൗത്യം നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ലജ്ജിക്കേണ്ടി വരും. കഥാ പറഞ്ഞു തന്നെ, ദൂതന്മാരുടെ മധ്യേ എന്നെ ഏറ്റുപറയാത്തവർ ദൂതന്മാരുടെ മധ്യേ അവർ ലജ്ജിക്കേണ്ടി വരുമെന്നാണ്. അതുകൊണ്ട് ഈ നാളുകളിൽ സുവിശേഷം എന്ന് പറയുന്നത് സഭയിലേക്ക് ആളെ കൂട്ടുന്നതല്ല, സുവിശേഷം എന്ന് പറയുന്നത് സംഘടനയ്ക്ക് ആളെ കൂട്ടുന്നതല്ല, നമ്മുടെ അനുഭവങ്ങൾ. ഇപ്പോൾ ഞാൻ എൻ്റെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്നില്ല, ഒരിക്കലും നിഷേധിക്കാൻ ഒക്കുമോ? എൻ്റെ ജീവിതത്തിൽ യേശു ക്രിസ്തു 1978 ഒക്ടോബർ 7 എൻ്റെ മുറിയിൽ വെച്ച് എനിക്ക് പ്രത്യക്ഷമായി, അല്ലെങ്കിൽ ഞാൻ വിശ്വസിച്ചു. അന്ന് മുതൽ എൻ്റെ യേശുവാണ് എൻ്റെ യജമാനൻ, എൻ്റെ ബോസ്, എൻ്റെ രക്ഷകൻ, വീണ്ടെടുപ്പുകാരൻ. അത് പറയുന്നതിന് എനിക്കെന്നെ ലജ്ജ. ലോകത്തിലേത് ശക്തിയും വരട്ടെ, എൻ്റെ സാക്ഷ്യത്തിന് മുമ്പിൽ ഒരുത്തരും നിൽക്കാനൊക്കത്തില്ല. ഒരുപക്ഷെ ഞാൻ പറയുന്ന പ്രസംഗത്തിൽ ചിലപ്പോൾ കുറവുകൾ വന്ന് കാണും, എൻ്റെ സംസാരത്തിൽ ചിലപ്പോൾ അപാകതകൾ വന്ന് കാണും. പക്ഷേ എൻ്റെ സാക്ഷ്യത്തിന് ഒരുത്തരും നിഷേധിക്കാൻ കഴിയില്ല. അത് അനുഭവമാണ്. ഇത് നിങ്ങൾക്ക് പറയരുതോ? നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലത്തിൽ കിട്ടിയ അനുഭവങ്ങൾ മറ്റുള്ളവർ ഷെയർ ചെയ്യരുതോ? നിങ്ങളിത് കാശുണ്ടാക്കുന്ന ആത്മാവ്, ദുർവ്യാഗ്രഹം, സകലവിധ ദോഷവും മൂലകാരണം. നിങ്ങളുടെ ആയുസ്സും ആരോഗ്യം മുഴുവനും അതിനുവേണ്ടി ചെലവഴിച്ച് നശിപ്പിക്കരുത്. കർത്താവ് പറയുന്നത് ഉണ്ണാനും ഉടുപ്പാൻ. ഇവിടുന്ന് പോകേണ്ടവരല്ലേ നമ്മൾ ഈ ലോകത്ത് വിട്ട് പറന്നു പോകേണ്ടവരാണ്. പിന്നെ ഇതിനെ ലോകമനുഷ്യനെ പോലെ ഇവിടെ ഒരുപാട് സമ്പാദിച്ചു കൂട്ടണമെന്നും ഇവിടെ വലിയ കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മളെപ്പോലെ മണ്ടന്മാർ ലോകത്തിൽ ആരാ ഉള്ളത്? അതുകൊണ്ട് ഇന്നു മുതൽ ഈ ശബ്ദം കേൾക്കുന്നവർ വ്യക്തമായി നിങ്ങളുടെ അനുഭവങ്ങൾ പറ. നിങ്ങൾക്ക് യേശു രക്ഷ നൽകിയിട്ടുണ്ടെങ്കിൽ ആ രക്ഷ പറ. ഇല്ലാത്തവർ പറയണ്ട, കടമെടുത്ത് പറയരുത്. മറ്റുള്ളവരുടെ അനുഭവം വ്യക്തമാണെന്ന് ബോധ്യപ്പെട്ടാൽ പറയാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രയോ കാര്യങ്ങൾ ദൈവം ചെയ്തിരിക്കുന്നു. അത് നിങ്ങൾ ഈ കാലത്തിൽ അയവർക്ക് എടുക്കേ, അത് നിങ്ങൾ മറ്റുള്ളവരോട് പറ. സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കേ. ഇന്ന് സോഷ്യൽ മീഡിയയിൽ എന്തുമാത്രം സാത്താന്യ ഉപദേശങ്ങൾ വരുന്നു, വ്യാജ ഉപദേശങ്ങൾ വരുന്നു. കള്ളത്തരവും മണ്ടത്തരവും അറിയിച്ച് മനുഷ്യൻ്റെ മനസ്സിനെ തെറ്റിക്കുന്നില്ലേ? നിങ്ങൾ വാട്സപ്പിൽ കൂടെ നിങ്ങളുടെ അനുഭവങ്ങൾ അയക്കുക. മറ്റുള്ളവരെ വിമർശിക്കാനും മറ്റുള്ളവരെ കുറവ് കണ്ടുപിടിക്കാനും ദൈവമക്കൾക്ക് അവകാശമില്ല. നിങ്ങൾക്ക് അനുഭവം ഉണ്ടല്ലോ, നിങ്ങളത് തേടി പിടിച്ചിട്ട് നിങ്ങളും വാട്സപ്പിൽ ഓരോ മെസ്സേജായിട്ട് അയക്കേ, അല്ല യൂട്യൂബറിനും തുടങ്ങി അതിനകത്ത് അയക്കേ. യേശു ക്രിസ്തു മൂലം അല്ലെങ്കിൽ ലോകത്തിൻ്റെ സമാധാനം, സന്തോഷത്തെ മാത്രം മുൻനിർത്തിക്കൊണ്ട് നിങ്ങളും പ്രചരിപ്പിക്കേ. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ചെതറിപ്പോയവർ, അതിന് 31 തോന്നുന്നില്ലേ, ചെതറിപ്പോയവർ വചനം സുവിശേഷിച്ചുകൊണ്ട് എല്ലായിടവും സഞ്ചരിച്ചെന്നാണ്. സുവിശേഷ പ്രവർത്തകരായ ഒരു കൂട്ടർക്ക് മാത്രമല്ല, വിശ്വാസികളാണ് സുവിശേഷ പ്രവർത്തകർ. അവരാണ് ഈ നമ്മൾ പണ്ട് പറയും വേട്ടപ്പട്ടികളെ പോലെ. നായാട്ടിന് പോകുന്ന സായിപ്പിന് മുമ്പ് വേട്ടപ്പട്ടികളുണ്ട്, ബുദ്ധിശാലികളായ. അവർക്ക് കാടറിയാം, മൃഗങ്ങളുടെ സ്വഭാവം അറിയാം. അവർ പോയി കാടളക്കും, കാടളക്കി വേട്ടക്കാരനെ കൊണ്ട് കൊടുക്കും. അങ്ങനെയാണ് ഈ വേല എല്ലായിടത്തും വളരുന്നത്. വേല എന്ന് പറഞ്ഞാൽ സംഘടനയല്ല, ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ വേല, ദൈവരാജ്യം. അതുകൊണ്ട് ഈ കേൾക്കുന്ന ദൈവമക്കൾ അലസരായിരിക്കരുത്. എപ്പോഴാണ് കോവിഡ് പിടിക്കുന്ന അറിയത്തില്ല. നിങ്ങളുടെ സമ്പാദ്യം മുഴുവൻ താഴെ വയ്ക്കേണ്ടി വരും. ഞാൻ ഇന്ന് രാവിലെ ഒരാളെ വിളിച്ചു, പലപ്പോഴും എന്നെ വിളിച്ച് സന്തോഷത്തോടെ സംസാരിക്കുന്ന ആളാണ്. 1 മാസമായിട്ട് വിളിച്ചിട്ട് അഡ്രസ്സില്ല. ഇന്ന് ഞാൻ വിളിച്ചും പറഞ്ഞു, ഞങ്ങൾക്ക് വൈറൽ ഫീവർ വന്ന് ഈ മനുഷ്യനും ഭാര്യയും മോളും മുറിക്കാതെ തന്നെ ഒരു മാസമായിട്ട് കഴിഞ്ഞു കൂടുക. ആരെയും കാണിക്കുന്നില്ല. നല്ല ആരോഗ്യവാനായ മനുഷ്യൻ തീരെ അവശനായിപ്പോയി. അപ്പോൾ ഏത് സമയവും നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്ന നമുക്കറിയത്തില്ല. പോകുന്നതിന് മുമ്പേ ഒരു 10 പേരെങ്കിലും നരകത്തിൽ നിന്ന് വലിച്ചെടുക്കുക, തീയിൽ നിന്ന് വലിച്ചെടുക്കുക. അങ്ങനെയല്ലേ? തീയിൽ നിന്ന്, ഗലാത്യർ വായിക്കും, തീയിൽ നിന്ന് വലിച്ചെടുക്കുക. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിൻ്റെ 31 വായിച്ച്,
ചിതറിപ്പോയവർ സുവിശേഷം അറിയിച്ചുകൊണ്ട് 8-ലാണോ? അല്ല, 8-ന്റെ 1-ാം വാക്യം, 4 വാക്യം, 8-ാം അധ്യായം 4-ാം വാക്യം വായിക്കും. മൈക്കിൽ വായിക്കും. ചിതറിപ്പോയവർ വചനം സുവിശേഷം കൊണ്ട് എങ്ങനെ ചിതറിയതാണ്? പ്രിയ ദൈവമക്കളെ, അവരെങ്ങനെയാ ചിതറിയത്? സുവിശേഷത്തിനെന്നും പോരാട്ടമുണ്ട്. സുവിശേഷം പിശാച് സമ്മതിക്കത്തില്ല. സുവിശേഷം പിശാചിന്റെ തലയെ തകർത്തതാണ്, അവൻ സമ്മതിക്കത്തില്ല. നമ്മൾ വിചാരിക്കും മനുഷ്യരല്ല, മനുഷ്യരൊന്നുമല്ല ഇതിന്റെ പിന്നിലെ പോരാട്ടം. ശത്രുവിന്റെ തല പിശാചാണ്, അവൻ മനുഷ്യരെ ഇളക്കി വിടും. അതുകൊണ്ട് ഈ മാർഗം ഇല്ലാതായി പോവുകയാണോ? അല്ല, ഈ സുവിശേഷമാണ്, യേശുക്രിസ്തു എന്ന സുവിശേഷം മാത്രമേ അവസാനത്തിൽ നിലനിൽക്കത്തുള്ളൂ. ബാക്കിയെല്ലാം വ്യാജ സന്ദേശമാണ്, ബാക്കി പലതും തെറ്റായ സന്ദേശങ്ങളാണ്. അതൊരു മനുഷ്യനെ നീതിയിലേക്ക് നടത്തത്തില്ല. യേശുക്രിസ്തുവിന്റെ ഉപദേശം എന്താണ്? അവൻ മനുഷ്യവർഗത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായി തീർന്നു, ഒരു സത്യം. 2, യേശുവിന്റെ പ്രസംഗം എന്താണ്? ശത്രുക്കളെ സ്നേഹിക്കുക, ഉപദ്രവിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുക, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുക. നോക്കണം, ഈ സുവിശേഷം മാനവകുലം ഏറ്റുകൊണ്ടാൽ ഇവിടെ ശത്രുതയില്ല, ഇവിടെ വർഗവ്യത്യാസമില്ല, ജാതിയില്ല, മതമില്ല, ഭാഷയില്ല. ഇന്ന് ഓരോ ഗവൺമെന്റും എത്ര കോടി കണക്കിനാണ് ഡിഫൻസിന് വേണ്ടി, പ്രതിരോധത്തിന് വേണ്ടി സബ്മറൈൻ, അന്തർവാഹിനികൾ, പടക്കപ്പലുകൾ, വിമാനം, ഏതെല്ലാം വിധത്തിൽ കോടികൾ. ഈ ക്രിസ്തുവിൻ്റെ സുവിശേഷം ലോകം മുഴുവൻ വ്യാപിക്കുന്നെങ്കിൽ എത്ര ഐശ്വര്യമായിരിക്കും. ഇന്ന് മതങ്ങൾ തമ്മിലുള്ള യുദ്ധം കണ്ടില്ലേ? വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടാണോ? വിദ്യാഭ്യാസം വർദ്ധിപ്പിക്കുന്നതനുസരിച്ച് പിശാചും തൻ്റെ ശക്തി. ഇത് മനുഷ്യ കുറ്റം പറയരുത്. അതിന് ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും ഹിന്ദു ആയാലും അങ്ങനെയല്ല നമ്മൾ കാണേണ്ടത്. ലോകത്ത് 2 ശക്തികളേ ഉള്ളൂ. ഒന്ന്, യെശയ്യാപ്രവചനം 14-ാം അധ്യായത്തിൽ പറയുന്ന ഞാൻ എന്നുള്ള അഹംഭാവമായ ലൂസിഫർ, അത് തിരിച്ചറിയണം. 2 ശക്തി ദൈവമക്കളായ നമ്മളിലും വ്യാപരിക്കും. തിരിച്ചറിഞ്ഞോണം, ഞാൻ എന്നുള്ള അഹംഭാവം ആരിൽ പ്രവേശിക്കുന്നു അത് ലൂസിഫറിന്റെ ആത്മാവാണ്. യെശയ്യാപ്രവചനം 14-17 ഞാൻ സ്വർഗത്തിൽ കയറും. നോക്കണം, പിന്നെ എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ. 5 പ്രാവശ്യം ഞാൻ. ഈ ഞാൻ എന്നുള്ള അഹംഭാവം, അഹം അല്ലെങ്കിൽ ഈഗോ, ഇതാണ് സാത്താൻ. അല്ല, സാത്താൻ കണ്ണും തള്ളി കൊമ്പും വെച്ച് കറുത്ത് കരിമാക്കനെ പോലല്ല. സാത്താനെ കണ്ടാൽ നിങ്ങളാരും കണ്ടിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല സുന്ദരനും നല്ല നീളവും ഇതെല്ലാം ഉണ്ട്. അങ്ങനെയുള്ള പിശാചിനെ കണ്ടിട്ടുണ്ട്. വശീകരിക്കുന്ന പിശാച്, ഡാൻസ് ചെയ്യുന്ന പിശാചിനെ കണ്ടിട്ടുണ്ട്. പാട്ട് പാടുന്ന പിശാചിനെ കണ്ടിട്ടുണ്ട്. നല്ല ഫ്ലറിഷായിട്ട് സംസാരിക്കുന്ന പിശാചിനെ കണ്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് മനുഷ്യനിൽ പ്രവേശിക്കുന്നത്. ഇതൊന്നും തിരിച്ചറിയാതെ വ്യക്തികളോടല്ല നമുക്ക് പോരാട്ടം. നമ്മളൊരു വിഷയം നടക്കുമ്പോൾ ആ വ്യക്തിയല്ല, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തിയെ തിരിച്ചറിയണം. അപ്പോൾ അവരോട് പിണക്കമില്ല, അവരുടെ പിന്നെ. അതുകൊണ്ടാണ് പൗലോസ് ഞങ്ങൾക്ക് പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, കോട്ടകൾ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തി. അപ്പോൾ അത് തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ. അപ്പോൾ ഒരു ശക്തി ഇതാണ്, വേറെ അല്ല. അതിൻ്റെ താഴെ എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് താഴത്തെ പോകേണ്ട മേളിൽ പോകും. അപ്പോൾ ഒന്നാമത് ലൂസിഫർ, വീണുപോയ ലൂസിഫർ, അതാണ് യെശയ്യാ 14 കാണുന്നത്. ഇനി മറ്റൊരു ആത്മാവ്, ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം മുതൽ, ക്രിസ്തുവേശുള്ള മനോഭാവം തന്നെ നിങ്ങളിലും ഉണ്ടാകട്ടെ. വായിക്കാം. ഫിലിപ്പിയ 2-ന്റെ-6 ക്രിസ്തുവേശുവിലെ ഭാവം എന്നാണ് ഈ ബൈബിളിലെ. അവൻ ദൈവസ്വരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത്. നമുക്ക് തിരിച്ചറിഞ്ഞോണം, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ സംസാരിക്കുമ്പോൾ ഈ വിനയമില്ലെങ്കിൽ, ഈ പറഞ്ഞ യേശുക്രിസ്തുവിൻ്റെ ആത്മാവില്ലെങ്കിൽ എല്ലായിടത്തും ഞാൻ എന്നുള്ളതായ ആ പ്രസരിപ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിനെന്ത് ചെയ്യും? മറ്റുള്ളവരൊക്കെ മോശക്കാർ. അതാണ് അടുത്തത്. അതുകൊണ്ടാണ് ഇന്ന് ഈ സോഷ്യൽ മീഡിയ, യൂട്യൂബിലൊക്കെ ബാക്കി എല്ലാവരും മോശം, ഞങ്ങളുടെ മതം മാത്രം ശരി, ഞങ്ങളുടെ പ്രസ്ഥാനം മാത്രമാണ് ശരി എന്ന് ഓരോരുത്തരും വാദിക്കുന്നതിൻ്റെ കാരണം ഈ ആത്മാവ് അവരെ നിയന്ത്രിക്കുന്നത്. അത് ക്രിസ്തു മതക്കാരായിരുന്നാലും ഇസ്ലാം മതമായാലും ഹിന്ദു മതമായാലും എല്ലാത്തിലും ഈ പറഞ്ഞ ഞാൻ എന്നുള്ള അഹംഭാവം ഇത് തന്നെയാണ് പെന്തിക്കോസുകാരായ നമ്മളിലും നമ്മുടെ വിശ്വാസ വീടിലും എന്നിലും നിങ്ങളിലും വ്യാപരിക്കുന്നത് മനസ്സിലാക്കിക്കോണം. ഞാൻ. മറ്റൊരു ആത്മാവാണ് വിനയം, താഴ്മ, സൗമ്യത, സന്തോഷം. ഇതൊക്കെ ക്രിസ്തുവിൻ്റെ. അതാണ് വായിച്ച 5-ാം വാക്യത്തിൽ ക്രിസ്തുയേശുവിലെ മനോഭാവം തന്നെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അടുത്ത്, അവൻ ദൈവസ്വരൂപത്തിൽ ഇരിക്കെ. ഒരാള് ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് ഇരിക്കുന്ന ആൾ ഏറ്റവും താഴ്ന്നു, ഏറ്റവും താഴ്ന്ന തരികടയായി കിടക്കുന്നവൻ എപ്പോഴും തന്നെത്താൻ ഉയർത്തണമെന്ന് ആഗ്രഹം. കാരണം വേറെ വഴിയില്ല.
ദൈവത്താൽ ഉയർത്തുകയെന്ന് അറിയാം. അപ്പോൾ എങ്ങനെയും ഉയർത്തുക, അവന് മറ്റുള്ളവന് തലയെടുത്താലും ശരി, അവൻ്റെ നെഞ്ചത്ത് ചവിട്ടിയാലും ശരി, അവനെ തരം താഴ്ത്തിയാലും ശരി, എനിക്ക് വളരണം. ഇത് തിരിച്ചറിഞ്ഞോണം. ഈ തിരിച്ചറിവാണ് നമുക്കും രക്ഷ. ഇത് തിരിച്ചറിഞ്ഞില്ല നമ്മളത് പെട്ടുപോകും. ശകലം കഴിയുമ്പോൾ ആത്മാവ് നമ്മളെ വാഴാൻ തുടങ്ങും. നമ്മളത് മനസ്സിലാക്കിക്കൊണ്ട് പിശാചിനോട് എതിർത്ത് നിൽക്കണം. വ്യക്തികളിലൂടെ വരുന്നേ, വ്യക്തികളിൽ കൂടെ വരുന്ന സാത്താനെ തിരിച്ചറിഞ്ഞിട്ട് അതിന് അടിമപ്പെട്ടു പോയാൽ നമ്മൾ പിന്നെ അവരെ സേവിക്കേണ്ടി വരും. അത് തിരിച്ചറിയാതെ പേടിച്ചും ഭയന്നും പോകരുത്, മാറി നിൽക്കാൻ പറയണം. ഇനി വ്യാപരിക്കുന്നത് ഈഗോയാണ്, സാത്താനാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അവിടെ പേടിച്ചിട്ട് നിൽക്കുന്നെങ്കിൽ നിങ്ങൾ നാളെ അവർക്ക് അടിമയായിട്ട് ദിവസം ജോലി ചെയ്യേണ്ടി വരും, അടിമപ്പെടേണ്ടി വരും. ദാസ്യത്തിൻ്റെ ആത്മാവ്. പണ്ട് കേട്ടിട്ടില്ലേ, ഒരു യജമാനന് 2 സെർവൻസ് ഉണ്ടായിരുന്നു. ഒരുത്തൻ നല്ല പ്രായവും ശക്തിയൊക്കെ ഉള്ളവനാണ്, മറ്റൊരു ചെറുപ്പക്കാരൻ പയ്യനും വന്നിരുന്നു. അവിടുത്തെ രാജാവ് വളരെ കർശനക്കാരനാണ്, പക്ഷെ ദയാലുവാണെന്നുള്ളതും അറിയാം. ഈ മൂത്ത വേലക്കാരനറിയാം രാജാവ് കർശനക്കാരനുമാണ്, പക്ഷെ ദയാലുവാണ്. ഇംഗ്ലീഷൊരു പഴമൊഴിയുണ്ടല്ലോ, എ ടീച്ചർ ഹാസ് ടു ബി എ ക്രൂവൽ ടു ബി കൈൻഡ്. ടീച്ചർ ഹാസ് ടു ബി എ ക്രൂവൽ ടു ബി കൈൻഡ്. ടീച്ചർ ചില സമയത്തിൽ കർശനമായിട്ട് ഇടപെട്ടാൽ പോലും അവൻ്റെ ഭാഗത്തൊരു ദയയുണ്ട്. ഇത് ഈ മൂത്ത സെർവന് തിരിച്ചറിയാം. രാജാവ് പല കാര്യങ്ങളിലും കർശനക്കാരനാണ്, പക്ഷെ ദയയുള്ളവനാണെന്ന് തിരിച്ചറിയാം. ഇത് ഇളയ സഹോദരൻ അറിയത്തില്ല, അവൻ പുതുതായിട്ട് വന്നതാണ്. അപ്പോൾ അവൻ എന്ത് ചെയ്യുന്നറിയാവോ, അവിടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് താറാവിനെ ഒരു കല്ലെടുത്ത് എറിഞ്ഞു, ഓടിച്ചതാണ്. നെല്ല് തിന്നാൻ വന്ന താറാവിനെ കല്ലെടുത്ത് എറിഞ്ഞു. താറാവിനറിയാൽ അതിന് തലയെ കൊണ്ടത് ചത്തുപോയി. ഇവൻ പാവിട്ട് കരയാൻ തുടങ്ങി. കാരണം യജമാനം വന്നാൽ ഇനി എന്താ സംഭവിക്കുന്ന അറിയത്തില്ലല്ലോ. അയാളൊരു ക്രൂരനായിട്ടാണ് ഇയാൾ ചിത്രീകരിച്ചു കൊടുത്തിരിക്കുന്നത്. ഈ പഴയ സെർവൻ്റ് പുതിയ സെർവൻറ്റിനോട് പറഞ്ഞിരിക്കുന്നതൊക്കെ യജമാനൻ ഭയങ്കര അടിച്ചു കൊല്ലും, തല്ലിക്കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്നുള്ള രീതിയിലാണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിരിക്കുന്നത്. കാരണം എപ്പോഴും അങ്ങനെയല്ല, ഈ സീനിയോറിറ്റിക്കാർക്ക്, സീനിയറായിട്ടുള്ളവർക്ക് പഴയ ആളുകൾക്ക് ഇപ്പോഴും അവരുടേതായ ഒരു അഹങ്കാരം തൻ്റെ ഇടമുണ്ട്. അവരവരുടേതായ റാഗിങ് പുതിയ ആളുകളെ ചെയ്യുന്നില്ലേ എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഇവനിതെല്ലാം കേട്ട് ഭയപ്പെട്ട്, അപ്പോൾ നീ പേടിക്കണ്ട, ഇന്നു മുതൽ ഞാൻ പറയുന്നത് നീ കേട്ടാൽ മതി, നിനക്ക് സുരക്ഷിതമായിട്ടിരിക്കുക. ഞാനല്ലേ കണ്ടുള്ളൂ, നീയും ഞാനും കണ്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ പറയത്തില്ല. ഞാൻ പറയാതിരിക്കണമെങ്കിൽ ഞാൻ പറയുന്ന ജോലി നീ ചെയ്യണം. ഈ പാവപ്പെട്ടവൻ പിറ്റേ ദിവസം തൊട്ട് ഈ മൂത്ത സെർവൻറ്റിൻ്റെ ജോലിയുടെ ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങി. ചെയ്ത് ചെറുക്കനങ്ങ് ക്ഷീണിച്ചു. കാരണം അവൻ്റെ ജോലിയും ചെയ്യണം, ഇവൻ പിന്നെ യജമാനായ കസേരയിലിരുന്നു. അപ്പോൾ ആരംഭത്തിൽ വലിയ സ്നേഹമൊക്കെ നടിക്കുന്നതിൻ്റെ കാരണം കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കസേരയിലിരുന്നുകൊണ്ട് ഭരിക്കണം. അതാണ് ഈ ലൂസിഫറിൻ്റെ ആത്മാവ്. അപ്പോൾ അത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പലർക്കും അബദ്ധമാണ്. അപ്പോൾ ഈ ചെറുക്കൻ എന്ത് ചെയ്യുന്നറിയാവോ, യജമാനെക്കുറിച്ച് ഇവൻ പറഞ്ഞു കൊടുത്ത കേൾവിയിൽ ഭയങ്കരനാണെന്നുള്ളതായ കാഴ്ചപ്പാടിൽ പേടിച്ചിട്ട് ഇവരോട് സഖ്യം ചെയ്തിട്ട് ഇവൻ പറയുന്നത് അനുസരിക്കാൻ തുടങ്ങി. ഇപ്പം അവൻ്റെ ജോലിയും ചെയ്യണം. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ യജമാനില്ലല്ലോ, കസേരയിൽ ഇരുന്നുകൊണ്ട് കാലും വെച്ചുകൊണ്ട് ഈ പുതിയ സെർവന് കൽപ്പന കൊടുക്കാമെന്ന്, അത് ചെയ്, ഇത് ചെയ്, അപ്പടി ചെയ്, ഇപ്പടി ചെയ്, അപ്പടി ചെയ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര കൽപ്പന കൊടുക്കുക. അപ്പോൾ സ്വഭാവം മാറി. കയ്യിൽ കെട്ടിക്കഴിയുമ്പോൾ പിശാചിൻ്റെ സ്വഭാവം ഇതാണ്, പിന്നെ മറ്റുള്ളവരെ ഭരിക്കണം, മറ്റുള്ളവരെ കർത്തൃത്വം ചെയ്യണം. ഈ പാവം ഇതറിയത്തില്ല. അവനാകെ ക്ഷീണിച്ചു മനപ്രയാസം തന്നെ. ഇനി യജമാനൻ എന്തെങ്കിലും ഇവൻ പറഞ്ഞാലെന്ത് ചെയ്യും? ഒരു ദിവസം യജമാനൻ വന്നു. പക്ഷേ യജമാനന് വാസ്തവത്തിൽ ഈ ഇളയ ചെറുക്കനോട് സ്നേഹമുണ്ട്, കാരണം പുതുതായിട്ട് വന്നല്ലോ. അപ്പോൾ അവനെ നോക്കിയപ്പോൾ വളരെ ക്ഷീണിച്ചിരിക്കുന്നു. 1 മാസം കഴിഞ്ഞ് യജമാനൻ വന്നപ്പോൾ ഇവൻ വളരെ ക്ഷീണിച്ച് എല്ലും തോലൊക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അവനോട് ചോദിച്ചു, നിനക്ക് എന്ത് പറ്റിയടാ? ഈ വീട്ടിൽ എന്നാ കുറവ്? നല്ല ഭക്ഷണമുണ്ട്, നല്ല ശമ്പളമുണ്ട്, നല്ല വാസസ്ഥലമുണ്ട്, പിന്നെന്താ നിനക്ക് പറ്റിപ്പോയി? എന്തായാലും നീ തുറന്നു പറ. അവൻ പറയ്ക്കാൻ തുടങ്ങി, വാവിട്ട് കരയുന്ന പോലെ. അപ്പം ഈ യജമാനൻ ചെന്ന് അവനെ ആശ്വസിപ്പിച്ചു. ഒരു പിതാവ് ആശ്വസിപ്പിക്കുന്ന പോലെ ഇവനെ തലോടി പറഞ്ഞു, മോനെ, നിനക്ക് എന്തു വന്നാലും നീ പറ, ഞാനല്ലേ ഇവിടുത്തെ യജമാനൻ, നിനക്ക് ഞാൻ ക്ഷമിക്കാം, നിനക്കൊരു ദോഷവും വരത്തില്ല, എന്ത് വേണേലും പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പോഴവൻ പറഞ്ഞു ഇങ്ങനെ. അപ്പം നേരത്തെ സെർവൻ്റ് എന്ത് ചെയ്യും, ഈ യജമാനൻ വരുന്നതിന് മുമ്പ് ഇവൻ എന്തെങ്കിലും ചെയ്യാൻ മടിച്ചാൽ, ഇവൻ പറയുന്ന ജോലി ചെയ്യാൻ മടിച്ചാൽ ഉടനെ അവന് ഒറ്റ വാക്കേ ഉള്ളൂ, താറാവ് എന്ന് പറയുമ്പോൾ അവൻ പിന്നെയും ഭയപ്പെടുകയാണ്. കാരണം താറാവിൻ്റെ കാര്യം പറയുന്നതിൻ്റെ അർത്ഥം താറാവെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. യജമാനൻ വളരെ സ്നേഹത്തോട് ഇവനോട് ഇടപെട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ
അവൻ പറഞ്ഞു, ഞാനൊരു താറാവിനെ കല്ലെറിഞ്ഞപ്പോൾ കൊന്നുപോയി. അറിയാതെറിഞ്ഞതാണ്. എറിഞ്ഞപ്പോൾ ചാവെന്ന് വിചാരിച്ചതല്ല. അന്ന് മുതൽ ഈ കാര്യം യജമാനോട് പറഞ്ഞാൽ യജമാൻ എന്നെ തല്ലും കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ഈ മൂത്ത സഹോദരൻ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി. അതുകൊണ്ട് ഞാൻ പേടിച്ച്, എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് യജമാനോട് പറയാതിരിക്കണമെങ്കിൽ എന്തു ചെയ്യണം? നീ എൻ്റെ ജോലിയൊക്കെ ചെയ്യണം. അങ്ങനെ ഈ ജോലി ആ ജോലിയും ചെയ്ത് ഞാൻ ക്ഷീണിച്ചു. ഉടനെ യജമാനൻ അവനെ വിളിച്ചു. ആരെ? ആ മൂത്ത സഹോദരനെ വിളിച്ചു. ഗെറ്റ് ഔട്ട് മൈ ഹൗസ്, എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞു. കരുണയില്ലാത്തവനെ, ദയയില്ലാത്തവനെ, നീ എത്ര തെറ്റ് ചെയ്ത് ഞാൻ നിന്നോട് ക്ഷമിച്ചു. ഈ പുതിയ സഹോദരൻ്റെ ഒരു തെറ്റ് നിനക്ക് ക്ഷമിക്കാൻ കഴിയത്തില്ലേ? നീ അവനെ കൊണ്ട് ജോലി ഏൽപ്പിച്ച് ഈ പരുവത്തിലാക്കി. ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞു വീട്ടിൽ നിന്ന്. അവനെ ഇറക്കി വിട്ടു. അപ്പം നമ്മൾ അറിയിക്കേണ്ടവനെ അറിയിക്കണം, ഏറ്റുപറയേണ്ടവനോട് ഏറ്റുപറയണം. സാത്താൻ ഇങ്ങനെ ആദ്യം തന്ത്രപരമായിട്ട് നമ്മുടെ അടുത്ത് കൂടി നിന്നുകൊണ്ട് നമുക്ക് വേണ്ട സഹായമൊക്കെ ചെയ്ത് ഒരുപാട് നന്മയൊക്കെ ചെയ്ത് നമ്മളെ കൈക്കിലാക്കി കിടത്തി കഴിയുമ്പോൾ അവൻ്റെ സ്വഭാവം വെളി വരും. ഇതാണ് സാത്താൻ്റെ. അപ്പം ഇത് നമ്മളുമൊക്കെ കുറേ അംശമുണ്ട്. അത് മാറണമെങ്കിൽ ക്രിസ്തുവിൻ്റെ മനോഭാവത്തിലേക്ക് നാം പറഞ്ഞു. അതിനാണ് യേശു ക്രിസ്തു പ്രസംഗിക്കപ്പെടേണ്ടത്. യേശു ക്രിസ്തു ലോകത്തിൽ പ്രസംഗിക്കപ്പെടേണ്ടതിൻ്റെ ഈ സുവിശേഷത്തിൻ്റെ പ്രാധാന്യവും ഈ മേൽക്കോയ്മ ഇല്ലാതാകണം. നിങ്ങൾക്കറിയാം, യേശു ക്രിസ്തു ലോകത്തിൽ പ്രസംഗിക്കപ്പെട്ടതിന് ശേഷമാണ് ലോകത്തിന് ചൈതന്യം വരാൻ തുടങ്ങിയത്. ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് സ്ഥലങ്ങളിൽ, കേരളത്തിൽ, തമിഴ്നാടിനെല്ലാം വ്യത്യാസം വന്നതാണ്. ജാതി മത ഭേദമന്യേ മാറിക്കിട്ടിയതൊക്കെ മിഷനറിമാർ വന്ന് യേശു ക്രിസ്തുവിനെ പ്രസംഗിച്ചപ്പോഴാണ്. ശമരിയായിൽ പോയി പീലിപ്പോസ് പ്രസംഗിച്ചപ്പോൾ അവിടുത്തെ ആഭിചാരവും മന്ത്രവാദവും എല്ലാം നീങ്ങി ദേശത്തിൽ വലിയ സന്തോഷമുണ്ടായി. അത് 8-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. പീലിപ്പോസ് അവിടെ ക്രിസ്തുവിനെ പ്രസംഗിച്ചു. വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ, ശമരിയയിൽ പോയി പീലിപ്പോസ് ക്രിസ്തുവിനെ പ്രസംഗിച്ചപ്പോൾ ആ പട്ടണത്തിൽ വലിയ സന്തോഷമുണ്ടായെന്നാണ്. അപ്പോൾ മനുഷ്യ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാക്കുന്ന സുവിശേഷമാണ് ക്രിസ്തുവിൻ്റെ. അത് സംഘടന ചേർക്കാൻ വേണ്ടിയല്ല. ഈ സംഘടന ചേർക്കാനും വിദേശ പണത്തിൻ്റെ പുറകെ നടന്ന് ഈ പെന്തിക്കോസുകാരിൽ കുറേ പേരും ക്രിസ്ത്യാനികളും വിദേശത്തുനിന്ന് പണം വരുത്തി ഈ ബിസിനസ് നടത്തിയത് കൊണ്ടാണ് ഈ മാർഗത്തിന് ഇത്രയും മോശമായി വരുന്നത്. അതല്ല ഇപ്പം നിന്നുകൊണ്ടിരിക്കുക. അതൊക്കെ എനിക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നുണ്ട്. ഈ സുവിശേഷം നമ്മൾ മറ്റൊരാളുടെ കാശുകൊണ്ട് ചെയ്യേണ്ടതല്ല. ഇപ്പം ഞാനൊക്കെ രക്ഷിക്കപ്പെട്ട സമയത്തിൽ എനിക്ക് ബിസിനസ്സിലൊരു പങ്കാളിത്തം ഉണ്ടായിരുന്നു. എനിക്ക് കിട്ടുന്ന പണം മുഴുവൻ ഞാൻ സുവിശേഷത്തിന് വേണ്ടി ചെലവഴിച്ചു. എൻ്റെ കൂട്ടുകാരനും അതുപോലെ തന്നെ അതിനുവേണ്ടി ചെലവഴിച്ചു. ട്രാക്റ്റുകളും ബുക്കിലെറ്റുകളും പുസ്തകങ്ങളും പിന്നെ ബോട്ടുമൊക്കെ എടുത്ത് വള്ളമൊക്കെ എടുത്ത് ഞങ്ങൾ 2.5 വർഷം കുട്ടനാടിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ സുവിശേഷം അറിയിച്ചുകൊണ്ടേയിരുന്നു. സ്വന്തം ചെലവിൽ. പൗലോസ് സ്വന്തം ചെലവിലാണ് അയച്ചത്. ആരുടെയും പണം ഞങ്ങൾ മോഹിച്ചിട്ടില്ല. ആത്മാക്കളെ കിട്ടി. എന്താ കാരണം? അത് നഷ്ടക്കച്ചവടമല്ല. ലോകം മുഴുവൻ നേടിയാലും ഒരു ആത്മാവിനെ, നിങ്ങളൊരു ആത്മാവിനെ കേടാ സോക്കെ. ഞാൻ ഈ ഹൈറേഞ്ചിലൊക്കെ 10-15 വർഷം ഇരിക്കുമ്പോഴും കട്ടപ്പന, പട്ടംകോളനി എന്തുമാത്രം ആത്മാക്കളെ കിട്ടി. ഇപ്പോഴും കട്ടപ്പനയിലെ ആൾക്കാർ പറയുന്നില്ല, അന്ന് കിട്ടിയ ആത്മാക്കളൊക്കെ ഇന്ന് തുടർന്ന് പറയും. പാസ്റ്റർ ജയ്ബോയി ഈ കുമളി പ്രദേശത്തിൽ ഇങ്ങനെ തെരുവ് നടന്ന സുവിശേഷം ഒരു എത്ര കുടുംബങ്ങളായിരുന്നു വന്നേ. കുമളി എന്ന് പറയുന്ന അത്ര വലിയ സഭയൊന്നും അല്ലായിരുന്നു. അങ്ങനെ ചില ആളുകൾ മനഃപൂർവ്വമായിട്ട് സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് ആളുകൾ. ഇത് വിശ്വാസികളെ നിങ്ങൾ ചെയ്യണം. നമ്മൾ കണ്ടല്ലോ 8-ാം അധ്യായത്തിൽ വീണ്ടും വായിച്ച ചിതറിപ്പോയവർ. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചുകൊണ്ട് അവിടെ ഇവിടെ സഞ്ചരിച്ചു. നിങ്ങൾക്ക് ഒരുപക്ഷെ സഞ്ചരിക്കാൻ സമയമില്ലെങ്കിൽ ഫോൺ എടുക്കേ. അതാത് കാലങ്ങളിലെ മീഡിയാസ് ഉപയോഗിക്കണം. നിങ്ങൾ യൂട്യൂബിൽ സുവിശേഷം പ്രസംഗിക്കും. നിങ്ങൾക്ക് എന്നാ ഇഷ്ടം? നിങ്ങൾ ഫോൺ എടുത്ത് നമ്പർ, ഞാൻ കട്ടപ്പന ഇരിക്കുന്ന സമയത്ത് അന്ന് ടെലിഫോൺ കിട്ടിയ സമയമാണ്. അതൊരു ചെറിയ ഡയറക്ടറി കിട്ടിയായിരുന്നു, ഫോൺ ഡയറക്ടറി. ഞാൻ ആ ഫോണിലെ നമ്പർ ഓരോ ദിവസവും ഒരു 5-10 നമ്പർ വിളിക്കും. ഏതെങ്കിലും നമ്പർ ആയിക്കോട്ടെ. ഞാൻ ഉണ്ടെങ്കിൽ ഗുഡ് മോർണിംഗ് പറയും. എന്താ സാറേ, ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുന്ന മനുഷ്യരാണ്, നിങ്ങൾ പ്രാർത്ഥിക്കാനുണ്ടോ എന്നൊക്കെ ചോദിച്ച് അവരോട് സുവിശേഷം പറയും, പ്രാർത്ഥിക്കുകയും ചെയ്യും. അങ്ങനെ കോട്ടയം കിടക്കാരൻ്റെ നമ്പർ വിളിച്ചപ്പോൾ അവർ പിറ്റേ ദിവസം ഫെയ്ത്തോൽ വന്നു. അങ്ങനെ ചില കുടുംബങ്ങളവിടെ വന്നു. സജിയുടെ കുടുംബം, തങ്കച്ചൻ്റെ കുടുംബം, അങ്ങനെ എത്ര പേര് ഈ ഫോണിൽ കൂടെ കിട്ടുന്നറിയാം. അപ്പോൾ സുവിശേഷം എന്ന് പറയുന്ന ആത്മാവ് നമ്മൾ കളയരുത്. അത് ദൈവത്തിന് പ്രസാദമുള്ളൊരു വിഷയമാണ്. ഇവിടെ ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചുകൊണ്ട് വായിക്കാം. ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചുകൊണ്ട് അവിടെ ഇവിടെ സഞ്ചരിച്ചു. അപ്പൊ ചിതറിപ്പോയവർ വിശ്വാസികളാണ്. കാരണം അവരുടെ വീടെല്ലാം അടിച്ചു തകർത്തു. റോമൻ ഗവൺമെന്റും അന്ന് മറ്റുണ്ടായിരുന്ന വിജാതീയരും ഈ പുതിയ സുവിശേഷത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്തവരെല്ലാം അവരെ ഉപദ്രവിക്കുകയും വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും ചില ജയിലടക്കുകയൊക്കെ ചെയ്തു.
ഇതിനൊക്കെ നമ്മൾ തയ്യാറാകണം ഈ കാലത്തിൽ. എങ്കിലേ സുവിശേഷം ഇത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുകയുള്ളൂ. ശദ്രക്ക് മേശക്ക് അബേദ്നേഗോ എന്ത് ചെയ്തു? തീക്കകത്ത് കടന്നപ്പോഴാണ് നെബൂഖദ്നേസറിന്റെ കണ്ണ് തുറന്നത്. നോക്കണം, സാധാരണ തീയിൽ തന്നെ എല്ലാ മനുഷ്യരെയും ദഹിപ്പിക്കാമെന്ന് മനസ്സിലാക്കിയിട്ടും ഒരു ദൈവ പൈതലിനെ സാധാരണ തീ ദഹിപ്പിക്കാൻ കഴിയില്ലെന്ന് അവർ തെളിയിച്ചു. അതുകൊണ്ടാണ് ചൂള 7 മടങ്ങ് തീ പിടിപ്പിച്ചത്. 7 മടങ്ങ് തീ പിടിച്ചിട്ടും ഈ സഹോദരന്മാരെ തീക്കകത്ത് എടുത്തിട്ടു. ഇട്ടവർ കരിഞ്ഞുപോയി. നോക്കണം, ഇട്ട പട്ടാളക്കാർ അവിടെ കരിഞ്ഞുപോയി. പക്ഷെ ചൂളയ്ക്കകത്ത് കിടന്ന 3 പുരുഷന്മാരെ ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് നിറച്ചു തീക്കകത്ത്. യെശയ്യാ പറയുന്നത്, നീ തീയിൽ കൂടെ നടന്നാലും. എന്നാൽ ചോദിക്കും, ആദിമസഭയിൽ എത്രയോ മനുഷ്യരെ ദഹിപ്പിച്ചു കളഞ്ഞു, തീയിൽ ചുട്ടുകളഞ്ഞു. അത് അവസാനം അത് നഷ്ടമല്ല. രക്തസാക്ഷിത്വം പ്രാപിക്കുന്നവർക്ക് 1000 വർഷ ഭരണത്തിൽ പ്രത്യേകമായ ഒരു അനുഭവം ഇവിടെ ഉണ്ട്. അവരുടെ ആത്മാവ് ഉയർപ്പിക്കും. അവർ മരിച്ചുപോയാലും അവരുടെ ആത്മാവ് തേജസ്സിന്റെ ശരീരത്തോടു കൂടി വന്ന് ഇതിനെല്ലാം പെനാൽറ്റി പരിഹാരമായിട്ട് 60-70 വർഷം ജീവിക്കേണ്ടതിന് പകരം 1000 വർഷം അവർ ഭൂമിയിൽ വാഴും. വെളിപ്പാട് 20-ാം അധ്യായം 4-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ യേശുവിന്റെ നാമനിമിത്തം തലഛേദിക്കപ്പെട്ടവരും മൃഗത്തെയും അതിന്റെ പ്രതിമയെ ആരാധിക്കാത്തവരുമായ രക്തസാക്ഷികളെ ഞാൻ കണ്ടു. അവർ ജീവിച്ച് 1000 വർഷം. പിന്നെന്താ? ഇപ്പം നമ്മൾ സത്യത്തിന് വേണ്ടി ഒരാൾ നമ്മളെ കൊന്നാലെന്താ? നാം മരിച്ചാലെന്താ? നമുക്ക് അങ്ങനെ ഒരു ഭരണമുണ്ട്. ദൈവത്തിന് ഇന്ന് വരെ ഒന്നും തെറ്റിയിട്ടില്ല. ചുമ്മാ അവരും പറയുന്ന വചനമല്ലല്ലോ ഇത്. ദൈവം തമ്പുരാന്റെ വചനമാണത്, മാറ്റമില്ലാത്ത. വായിച്ചേ 20-4. ദൈവവചന നിമിത്തം തലഛേദിക്കപ്പെട്ടവരും അവിടെ തൊട്ട് വായിക്കാം താഴെ. ദൈവവചന നിമിത്തം തലഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയോ നമസ്കരിക്കാതിരിക്കുന്നവരെയും നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരിക്കുന്നവരുമായുള്ളവരെ ആത്മാക്കളെയും ഞാൻ കണ്ടു. ആത്മാക്കളെയും കണ്ടു. അവൻ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടെ വാണു. ഇന്ന് നമ്മൾ നമ്മുടെ ജീവനെ ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി മറ്റുള്ളവർ നമ്മളെ കൊല്ലുകയോ രക്തസാക്ഷികളായി തീർന്നാൽ അടുത്ത തേജസ്സിന്റെ ശരീരത്തോട് വരികയാണ്. ഈ ശരീരമല്ല. ഇത് ഡയബറ്റീസും പിടിച്ച്, പിന്നെ പ്രഷറും പിടിച്ച്, പിന്നെ നടക്കാൻ വയ്യാത്ത അസ്വസ്ഥതയും പിടിച്ച് നടക്കുന്ന ഈ ശരീരം പോട്ടെ. അത് നല്ല കാര്യത്തിന് വേണ്ടി യാഗം ചെയ്യും. അപ്പോൾ എന്തു ചെയ്യും? സ്വർഗത്തിലെ തേജസ്സിന്റെ ശരീരത്തോടെ അവർക്ക് വേണ്ടി 1000 വർഷം ഭരണം ഇവിടെ വെച്ചിട്ടുണ്ട്. അതൊക്കെയല്ലേ എൻ്റെ സന്തോഷം. അതുകൊണ്ടല്ലേ മുഴു ജീവനോടുകൂടി എപ്പോൾ എവിടെ വെച്ച് മരിക്കേണ്ടി വന്നാലും വലിയ സന്തോഷമുള്ളൂ. ഈ കാലത്തിൽ ഞാൻ അഭിഷേകം പ്രാപിച്ച നാൾ മുതൽ എനിക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ. ഒന്നുകിൽ എൻ്റെ ശരീരം രൂപാന്തരപ്പെടണം, അല്ലെങ്കിൽ 1-ാം ക്ലാസ് ഒരു രക്തസാക്ഷിയായിട്ട് മരിക്കണം. കണ്ണൂരിൽ വെച്ച് അതിൻ്റെ എല്ലാ സാഹചര്യങ്ങളും ഇണങ്ങി വന്നതാ. പക്ഷേ അപ്പോഴും എന്നെ ഉപദ്രവിക്കാൻ വന്ന ആൾ മാനസാന്തരപ്പെട്ടു. പിന്നെന്ത് ചെയ്യുന്നു? എന്നെ രക്തസാക്ഷിയാക്കേണ്ട ആൾ മാനസാന്തരപ്പെട്ടു. അപ്പോൾ സെൻട്രൽ പാഷ പറഞ്ഞു, ചെറിയാകുഞ്ഞ സമയമായില്ല, ചെറിയാകുഞ്ഞിനെ കുറിച്ച് ഇനിയും സുവിശേഷം പലയിടത്തും പറയേണ്ടതുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ പോയിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞു, സേഫാനോസ് പോയല്ലോ. അത് ശരി. അപ്പോൾ ഒരു പൗലോസിനെ എഴുന്നേൽപ്പിച്ചില്ലേ? അപ്പം സമയമായില്ല, ആകട്ടെ. ഇപ്പം ഞങ്ങൾ അടുത്ത ദിവസം ഒരിടത്ത് പോകുന്നുണ്ട്. ഞാനും എൻ്റെ കൂടെ ആരംഭകാലത്തിൽ ഒന്നിച്ച് രക്ഷിക്കപ്പെട്ടൊരു സഹോദരൻ്റെ നാട്ടിൽ വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടും കുറേ ട്രാക്റ്റെല്ലാം ഞാനിവിടെ അടുക്കി വെച്ചിട്ടുണ്ട്. നാളെ പോകുന്ന കൂടെ തിങ്കളാഴ്ച ആ പ്രദേശത്തെല്ലാം ഞങ്ങൾ രണ്ടും കൂടെ, പണ്ട് 44 വർഷത്തിന് മുമ്പ് ആ പ്രദേശത്തെല്ലാം ഞങ്ങൾ വീട് കയറി ട്രാക്റ്റ് കൊടുത്ത് പ്രാർത്ഥിച്ച. അപ്പോൾ ഒരു സന്തോഷം. ഞങ്ങൾ എന്നോട് തീരുമാനിച്ചു തിങ്കളാഴ്ച അവിടെ എല്ലാം നടന്ന് ഈ ട്രാക്റ്റ് കൊടുക്കണമെന്ന്. ഒരു പ്രത്യേക സ്ഥലം ഞങ്ങളെ കാണിച്ചു. താനും വരുന്നുണ്ട്. താൻ പോവുകയാണ്. നിങ്ങളും പ്രാർത്ഥിക്കണം ആ വിഷയത്തിന് വേണ്ടി. അവിടെ എല്ലാം നടന്ന് ഓരോ വീടുകളിലും കയറി ട്രാക്റ്റ് കൊടുക്കണമെന്നൊരു ആഗ്രഹം വരുന്നു. കാരണം സമയങ്ങളില്ല. നല്ല ട്രാക്റ്റുകൾ അയച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെയൊക്കെ കൊടുക്കണം. അപ്പോൾ സുവിശേഷ പ്രവർത്തനം എന്ന് പറയുന്നത് നമുക്ക് 2 ഗുണങ്ങളാണ്. ഒന്ന്, 8-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഫിലിപ്പോസ് ശമരിയ ദേശത്തിൽ സുവിശേഷം പ്രസംഗിച്ചു, ക്രിസ്തുവിനെ പ്രസംഗിച്ചെന്നാണ്. വായിക്കാം വാക്യം. അതിൻ്റെ 4-ാം വാക്യമാണ് വായിച്ചു. 5-ാം വാക്യം, 8-5. ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളെ ഫിലിപ്പോസ് ആരാ? നിങ്ങളെപ്പോലൊരു വിശ്വാസിയാ കേട്ടോ. വിശ്വാസികൾക്ക് പ്രവർത്തനമില്ലുണ്ട്. വിശ്വാസികൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രവർത്തനം. അവരാണ് ഫീൽഡ് വർക്കേഴ്സ്. ഫീൽഡ് ഓഫീസർമാരെന്ന് കേട്ടിട്ടില്ല? LIC ഫീൽഡ് ഓഫീസർമാർ. അവർ ഫീൽഡിൽ ഇറങ്ങി പ്രവർത്തിക്കേണ്ടവരാണ്. അപ്പം നിങ്ങളൊക്കെ സുവിശേഷത്തിൻ്റെ ഫീൽഡ് ഓഫീസർമാരാണ്. ചുമ്മാ വീട്ടിൽ കൂട്ടിയിരുന്നിട്ട് അതും കേട്ട് ഇതും കേട്ട് അഭിപ്രായം പറഞ്ഞ് അങ്ങനെ തട്ടിക്കളയേണ്ടവരല്ല. നിങ്ങളൊരു പ്രത്യേകിച്ച് TPM-ലെ ഒരു വിശ്വാസി ഭാര്യയും ഭർത്താവും കൂടെ സുവിശേഷം അറിയിക്കാൻ പോകാം. സ്കൂട്ടറെടുത്ത് ഞാനൊക്കെ വിശ്വാസത്തിലായ സമയത്ത് സഭ നടത്തുമായിരുന്നു. 3 ഇടത്തിൽ സഭ ആരംഭിച്ചു. പാസ്റ്റർമാർ അതിനൊന്നും എതിര് പറഞ്ഞില്ല. വിശ്വാസത്തിൽ വന്നിട്ട്
6 മാസമേ ഉള്ളൂ. പക്ഷേ അന്ന് പട്ടിക്ക് പേ പിടിച്ച പോലെ ഒരു സ്പിരിറ്റായിരുന്നു. 3 ഇടത്തിൽ, ഒന്ന് കോളേജ് സ്റ്റുഡൻസിൻ്റെ ഇവിടെ, ഒന്ന് കൈനേരിയിലെ ഒരു ഇവാഞ്ചലിക്കാരത്തൊരു അമ്മയുടെ വീട്ടിൽ, പിന്നീട് ഞങ്ങളുടെ നാട്ടിൽ 3 സ്ഥലത്ത് ഞങ്ങൾ പ്രയർ ഗ്രൂപ്പ് ആരംഭിച്ചു. ഞങ്ങളെ നടത്തുന്നു, എല്ലാ ആഴ്ചയിലും പോയി നടത്തും. ഞാനില്ലെങ്കിൽ വേറെ സൗകര്യം പോകും. ഇല്ലെങ്കിൽ ഇന്ത്യ അവരിയും ക്രൂസറിൽ ഒരു ജോസഫ് സാറുണ്ടായിരുന്നു, പുള്ളി വരും. ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ പ്രവർത്തനം. രാത്രി ഉറക്കമുണ്ടോ? ഇതെല്ലാം പ്രവർത്തിച്ച് അകത്തിങ്ങനെ തീ കിടക്കുകയല്ലേ. രാത്രി കുത്തിയിരുന്ന് പമ്പയാറിൻ്റെ തീരത്ത് കൽക്കട്ടയിൽ ഇരുന്ന് പാട്ടും പാടി അഭിഷേകം കഴിഞ്ഞ് പ്രാർത്ഥിക്കും. ഞങ്ങൾ ഓരോ സ്ഥലത്തും ഓരോ ഏരിയ 1 കിലോമീറ്റർ വിട്ട് പോയി പമ്പയാറിൻ്റെ തീരത്ത് പോയി പ്രാർത്ഥിക്കും, പാട്ട് പാടും. പിന്നെ ഞങ്ങളെയൊക്കെ നന്നായിട്ട് അറിയാവുന്ന നാട്ടുകാർക്ക് വലിയ സന്തോഷമായിരുന്നു അവർക്ക്. ഈ ചെറുപ്പക്കാരിങ്ങനെ ദൈവത്തിൻ്റെ മക്കളായി തീർന്നല്ലോ എന്നൊരു സന്തോഷത്തിലായിരുന്നു. എൻ്റെ അപ്പനാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല പ്രവർത്തനങ്ങളിൽ ഒരു ഡിഫൻസ് വർക്കറായിരുന്നു. പുള്ളി വിശ്വാസി ആയതുകൊണ്ട് ഡിഫൻസ് വർക്കറായിരുന്നു. അപ്പോൾ അവസാനത്ത് ഞാനിറങ്ങി സുവിശേഷം കൂടെ അറിയിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വലിയ അത്ഭുതമായി. എൻ്റെ കൂടെ വന്ന അലക്സ് എന്ന് പറയുന്നത് ആ ദേശത്തിലെ ഏറ്റവും വലിയൊരു ജന്മിയുടെ മകനായിരുന്നു. അവൻ്റെ വല്യപ്പൻ്റെ കാലത്തിൽ തേങ്ങ ഇട്ടാൽ 40-ആം പൊക്കമാണല്ലോ രണ്ടാമത് ആ ഭാഗത്ത് തേങ്ങ ഇടുന്നത്. 40 ദിവസം തേങ്ങ ഇട്ടാലും തീരാത്ത വിധത്തിലുള്ള ജന്മിയുടെ കൊച്ചുമോനായിരുന്നു. പക്ഷെ പിന്നീട് അവർ കുറേ ക്ഷയിച്ചു പോയി. അപ്പോൾ ഞങ്ങളിങ്ങനെ സുവിശേഷമായിട്ട് നടക്കുന്നത് കണ്ടപ്പോൾ നാട്ടുകാർക്ക് അത്ഭുതം. അവരത് തന്നെ വിശ്വസിക്കാനിടയായി. എത്ര ആത്മാക്കൾ ആ സമയത്ത് വിശ്വാസത്തിലേക്ക് വന്നു. നിങ്ങൾ സുവിശേഷം കളയരുത്, നിങ്ങൾ അറിയിക്കണം. ഈ സോഷ്യൽ മീഡിയ കാണുന്ന മറ്റു സഭക്കാരുടെയോ രാഷ്ട്രീയക്കാരുടെയോ കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്ത് സമയം കളയാതെ 10 പേരോട് സുവിശേഷം പറ, പ്രാർത്ഥിക്കുക അവരോട് വേണ്ടി, എന്തെങ്കിലും നന്മ ചെയ്യ്. കയ്യിലിരിക്കുന്ന 10 രൂപയാണെങ്കിലും നല്ല കാര്യത്തിനോട് ഉപയോഗിക്കുക. നിങ്ങൾക്കിങ്ങനെ സമ്പാദിച്ച് കൂട്ടി എവിടെ പോകാനായി? ഇപ്പം അടുത്ത കോവിഡ് വന്ന് ചിലപ്പോൾ എത്ര തീരുന്ന അറിയത്തില്ല. ചിലപ്പോൾ വീട്ടിലിട്ട് എല്ലാത്തിനും ദയിപ്പിക്കേണ്ടി വരും, കൊണ്ടുപോകാൻ പോലും സമ്മതിക്കത്തില്ല. ഇങ്ങനൊരു കാലമാണ്. മുല്ലപ്പെരിയാർ പൊട്ടുമെന്നല്ലേ അവർ പറയുന്നത്. പൊട്ടിക്കഴിഞ്ഞാൽ 40 ലക്ഷം മനുഷ്യരാണ് പോകാൻ പോകുന്നത്. ഇനി ഇതെല്ലാം കഴിഞ്ഞ് ഉപദ്രവകാലത്തിൽ, മഹോദ്രവകാലം, ഇതെല്ലാം അതിനേക്കാൾ പ്രശ്നങ്ങൾ. അപ്പോൾ എത്രയും വേഗം നമ്മുടെ കോഴ്സ് പൂർത്തീകരിച്ച് പോകാൻ നമ്മൾ റെഡിയായിക്കോണം. അതിനകം പോകുന്നതിനും എന്ത് ചെയ്യണം? ഒരു നല്ല കാര്യം. ഇപ്പോൾ തീവ്രവാദികളോട് ചോദിച്ചാൽ അവർ പറയും ഞങ്ങൾ ചാകുന്നതിന് മുമ്പ് ഒരുത്തനെങ്കിലും തകർത്തിട്ട് പോകത്തുള്ളൂ പറയും. ഇതാണ് തീവ്രവാദി, അത് പിശാചിൻ്റെ പണി. പിശാചി വ്യാപിച്ചവന്മാർ ഒരുത്തനെ തകർക്കണം. നമ്മളതല്ല. നമ്മുടെ ആഗ്രഹം എനിക്ക് ഈ ഭൂമിയായിട്ട് കടന്നു പോകുന്നതിന് മുമ്പ് ഒരുത്തിനെങ്കിലും കൂടെ നേടിയിട്ടേ പോകാവുള്ളൂ. ഇനി അടുത്ത ദിവസം ഒരുത്തിനെങ്കിലും നേടണം. ഈ ടൈറ്റാനിക് കപ്പൽ മുങ്ങിയതായി 1912 ഏപ്രിൽ 14 തോന്നുന്നു. ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ആ കപ്പൽ ഇറങ്ങിയത്. ദൈവം വിചാരിച്ചാൽ പോലും ഈ കപ്പൽ മുങ്ങുകയല്ല, അത്രയ്ക്കും സുരക്ഷിതമാണെന്ന് പറഞ്ഞുകൊണ്ട് അവരിറങ്ങി. അറ്റ്ലാന്റിക്കിൻ്റെ വിരുമാർവിൽ നോക്കണം, ഒരു ഐസ്ബർഗ് വന്ന് മുന്നറിയിപ്പ് കൊടുത്തിട്ട് കപ്പലിൽ ആ മുന്നറിയിപ്പ് കൊടുക്കേണ്ടവൻ ക്യാരംസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്, വേറെന്തോ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവരുമായിട്ട്. കാരണം എന്താ? അവൻ പറഞ്ഞതാണ്, ഒരു മഞ്ഞുമലയ്ക്കും ഇതിനെ പൊട്ടിക്കാൻ അവൻ ഇൻഫർമേഷൻ കൊടുക്കേണ്ട സമയത്തിൽ അവൻ ഇൻഫർമേഷൻ കൊടുക്കാതെ ക്യാരംസ് കളിച്ചുകൊണ്ടിരുന്നു. പ്രിയ ദൈവമക്കളെ, നിങ്ങളെ എന്നെ കാവൽക്കാരൊക്കെ വെച്ചിരിക്കുകയാണ്. നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കേണ്ട സമയം, കാവൽക്കാർ ദേശത്തിലെ ദൂതറിയിക്കേണ്ട നമ്മൾ മിണ്ടാതിരുന്ന ലോകമനുഷ്യരെ പോലെ പിള്ളേരും വളർത്തി ജീവിച്ചാൽ പ്രതീക്ഷിക്കാത്ത സമയത്തിൽ അനർത്ഥം വരും. നിന്നെ രക്ഷിക്കാൻ ആരും കാണുകയില്ല. അല്ലെങ്കിലോ ഭൂലോകത്തിലൊക്കെയും വരുന്ന പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാക്കും. നമ്മുടെ കോഴ്സ് പൂർത്തീകരിക്കുന്നവർ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ആ മുന്നറിയിപ്പ് കൊടുക്കേണ്ടവൻ ക്യാരംസ് കളിക്കാൻ പോയി, അത് വേറെന്തോ വിളയാടാൻ പോയി. അതിനുശേഷം ക്യാപ്റ്റനും വിചാരിച്ചു കുഴപ്പമൊന്നുമില്ല, അത്രയ്ക്ക് സ്ട്രോങ് ആണ്, ദൈവം വിചാരിച്ചാൽ പോലും മുക്കാൻ സാധിക്കില്ലെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവർ കണ്ട മഞ്ഞുമലയുടെ മേൽഭാഗത്തേക്കാൾ ഏക്കർ കണക്കിനാണ് താഴെ കട്ടിയുള്ള, കരിങ്കല്ലേക്കാൾ വലിയ കട്ടിയുള്ള പാറ പോലത്തെ മഞ്ഞുകെട്ട താഴെ ഉണ്ടായിരുന്നു. അവിടെ പോയി ഇടിച്ചു തകർന്നു. നോക്കണം എന്തുമാത്രം മനുഷ്യർ, 1000-ലധികം പേര് വെള്ളത്തിൽ മുങ്ങിപ്പോയി. ആ മുങ്ങുന്ന സമയത്ത് കപ്പലിലെ ഒരു ജീവനക്കാരൻ, തനിക്ക് ഈ സേഫ്റ്റി കാർഡൊക്കെ ഉണ്ടായിരുന്നു, എയർ ബാഗൊക്കെ ഉണ്ടായിരുന്നു, തനിക്ക് സുഖമായിട്ട് രക്ഷപ്പെടാം, അതിനുള്ള എല്ലാ സംവിധാനങ്ങളും തനിക്കുണ്ട്. താൻ പ്രായമുള്ളൊരു മനുഷ്യനാണ്, ദൈവവിശ്വാസിയാണ്. അപ്പോൾ ആ വിശ്വാസി വെള്ളത്തിലിങ്ങനെ ഇതെല്ലാം ഇട്ട് പൊങ്ങിക്കിടക്കുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ മുങ്ങിത്താഴാൻ പോവുകയാണ്. പെട്ടെന്ന് അയാൾ കൈക്ക് പിടിച്ചു. നോക്കിയപ്പോൾ 20-22 വയസ്സേ ഉള്ളൂ. ഞാനൊരു പുസ്തകത്തിൽ വായിച്ചതാണ്, ടൈറ്റാനിക്കിനെ സംബന്ധിച്ച ഒരു പുസ്തകത്തിൽ വായിച്ചതാണ്. 20-22 വയസ്സേ ഉള്ളൂ. ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, നിനക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ടോ? ഉണ്ട്.
എന്നാൽ എന്നോട് കണ്ടീഷൻ ചെയ്താൽ എൻ്റെ ഈ സേഫ്റ്റി ഇതെല്ലാം നിനക്ക് തരാമെന്ന് പറഞ്ഞു. ഈ പ്രിക്കോഷനുള്ള എല്ലാ സാധനവും ഞാൻ നിനക്ക് തരാം, നീ രക്ഷപ്പെട്ടു, ഞാൻ നിനക്ക് പകരം മരിച്ചോളാം. പക്ഷെ ഒരു കണ്ടീഷൻ, എനിക്ക് വയസ്സ് മോർ ദാൻ 60, നിനക്ക് 20, നിനക്കിനി 40 വർഷത്തിലധികം എൻ്റെ സ്ഥാനത്ത് തന്നെ ജീവിക്കാം. പക്ഷെ ഞാൻ ചെയ്തൊരു ദൗത്യം, എൻ്റെ പാപങ്ങൾ മോചിച്ച യേശു ക്രിസ്തുവിൻ്റെ സാക്ഷിയായിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. അത് അനേകരെ സ്വർഗരാജ്യത്തിന് വേണ്ടി ആദായപ്പെടുത്താൻ കഴിഞ്ഞു. ഇന്ന് നീ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ആ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിച്ച് അനേകരെ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ നിനക്ക് സാധിക്കുമെങ്കിൽ ഇതെല്ലാം ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞു. പെട്ടെന്ന് അവൻ്റെ കണ്ണ് നിറഞ്ഞു. കാരണം മരിക്കാൻ പോകുന്നവനല്ലേ. അവൻ്റെ കണ്ണ് നിറഞ്ഞു. അവൻ പറഞ്ഞു, ഞാൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നു. അങ്ങനെ സ്വീകരിച്ചു. ഇവയുടെ പ്രിക്കോഷൻ, സേഫ്റ്റി ഇതെല്ലാം ഊരിക്കൊടുത്തു. അവൻ ജീവിച്ചു. പിന്നീട് ആ സുവിശേഷൻ്റെ പേരൂടെ അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി. ആ മനുഷ്യൻ കടലിൽ വെള്ളത്തിൽ താഴുമ്പോൾ ഈ കപ്പലിൽ സുവിശേഷ കൊയർ പാടിയ ആ മനുഷ്യൻ്റെ പേര് എനിക്കിപ്പോഴും ഓർമ്മയില്ല, ഉണ്ടായിരുന്നു. അവർ പാടിയ ആ പാട്ട്, നിയർ മൈ ഗോഡ്, നിന്നോട് ഞാൻ ചേരട്ടെ എന്നുള്ള പാട്ട് പാടി ആ മനുഷ്യനും വെള്ളത്തിൽ മുങ്ങിയതായി ഞാൻ വായിച്ചിട്ടുണ്ട്. നോക്കണം, അവസാനം മരിക്കുന്നതിന് മുൻപും ഒരു മനുഷ്യനെ ദൈവരാജ്യത്തിന് വേണ്ടി ആദായപ്പെടുത്തി പോകുന്നു. ഇതാണ് യഥാർത്ഥ പെന്തിക്കോസുകാർക്കും ക്രിസ്ത്യാനികൾക്കും ആവശ്യം. അവർ സംഘടന ചേർക്കാനല്ല, ഈ മതങ്ങളെല്ലാം പൊളിക്കണമെന്നാണ് എനിക്ക്. ക്രിസ്തീയ മതവും പെന്തിക്കോസ്ത് മതവും എല്ലാം ദൈവം തമ്പുരാൻ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനിയും പൊളിക്കും. അവരെ പൊളിച്ച് വെളിയിൽ കൊണ്ടുവരണം. പക്ഷികൾ എപ്പോഴും കൂട്ടിനകത്തിരുന്നിരുന്നിരുന്നിങ്ങനെ ഒരു കാലഘട്ടം ആവശ്യമാണ്. അത് കഴിഞ്ഞ് ആ കൂട്ടിലിങ്ങനെ സുഖം പിടിച്ചിരിക്കുകയാണ്. നമ്മളൊക്കെ അങ്ങനല്ലേ, ചുമ്മാ മെനക്കേട് കമ്പനികളായി തീരാതെ അവരെ പൊളിക്കാൻ ദൈവം തീരുമാനിച്ചു. ശത്രുക്കളെ എഴുന്നേൽപ്പിക്കും. അപ്പോഴാണ് ചെതറിപ്പോയവർ സുവിശേഷം അറിയിക്കാൻ തുടങ്ങിയത്. അങ്ങനെ പോയ സമയത്ത് ഫിലിപ്പോസ് പോയി ശമരിയ പട്ടണത്തിൽ ക്രിസ്തുവിനെ പ്രസംഗിച്ചു. വീണ്ടും ചെയ്യും. ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളെ പുരുഷാരങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുകയാൽ അവൻ പറയുന്നത് ഏക മനസ്സോടെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. അടുത്തത്, അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും അവ ഉറക്കെ. ഈ സുവിശേഷം ചെല്ലുന്നിടത്തെല്ലാം അശുദ്ധാത്മാക്കളോടും സഭയെന്ന് ഓടുന്നില്ലേ? ഞങ്ങൾ വന്ന് പെന്തിക്കോസ് സഭയിലെ TPM സഭയിലെ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ഇവിടുന്ന് വിചാരികൾ ഓടുന്നുണ്ടല്ലോ, ഇല്ലേ? സ്വയത്തിൻ്റെയും തന്നിഷ്ടത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും ജാതിയുടെയും ഭാഷയുടെയും ആത്മാവൊക്കെ ഞങ്ങളുടെ കാലത്ത് ഓടുന്നുണ്ട്. വിശ്വാസ വീട്ടിൽ നിന്ന് പോലും ഓടുന്നുണ്ട്, ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുക. കാരണം ഈ സുവിശേഷത്തിന് മുമ്പിൽ ഇതിനൊന്നും പിടിച്ചിരിക്കാൻ കഴിയത്തില്ല. അവർ നോക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു സ്വപ്നം കണ്ടു. ഞാൻ സെൻട്രൽ പാസ്റ്ററോട് പറഞ്ഞു, ഞാനിങ്ങനെ ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ പോകുന്നിടത്തെല്ലാം എൻ്റെ പുറകെ ഒരു ചെറിയ ജീപ്പാണ്. ചെറിയ ജീപ്പെന്ന് പറഞ്ഞാൽ കഷ്ടിച്ചൊരു 3 അടിയാണ് നീളം, 1.5 അടി പൊക്കം, ഒരു 1.5 അടി അകലം. പക്ഷെ ജീപ്പ് മുഴുവൻ തീയാണ്, ഫയറാണ്. തീ കൊണ്ടുള്ളൊരു ജീപ്പ്. അതിൽ 2 പേരിരിപ്പുണ്ട്. 2 പേരിൽ ഏകദേശം ഒരാളെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, മറ്റൊരാൾ അത്രയും വ്യക്തമല്ല. ഈ 2 പേരും ഈ ജീപ്പിനകത്തിരിക്കുന്ന കുഞ്ഞു മനുഷ്യരാണ്. പണ്ട് ഈ കുട്ടിപ്പിശാചിനെ പറ്റി കേട്ടിട്ടുണ്ട്. എന്തോ പിശാച്? അത് ഒരു പിശാചുണ്ടല്ലോ, ചെറിയ നീളം കുറഞ്ഞ. ഈ തൃശ്ശൂരിലൊക്കെ ഇവർ ബസ്സിന് പ്രാർത്ഥിക്കുന്ന ഒരു ചെറിയ പിശാച്, അത് 3/4 അടി കാണത്തുള്ളതാണ് പറയുന്നത്. എന്തുവാണ് എന്തോ പിശാച്? ആർക്കെങ്കിലും അറിയാമോ? പേര് മറന്നുപോയി. കുട്ടിപ്പിശാച് എന്ന് പറയും, അതിന് വേറൊരു പേര് പറയും. ഏത്? കുട്ടിത്തേവാങ്കെന്ന് പറയും. പക്ഷെ വേറെ നാടനൊരു ഭാഷയുണ്ട്. കുട്ടിച്ചാത്തൻ എന്ന് പറയും. ചാത്തനിൽ ഏറ്റവും നീളം കുറഞ്ഞാണ്. അപ്പോൾ 2 കുട്ടിച്ചാത്തന്മാർ ഈ ജീപ്പ് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പോകുന്നിടത്തെല്ലാം എന്നെ ഇടിച്ച് തകർക്കണം, കത്തിക്കണം, അതാണ് അവരുടെ ഉദ്ദേശം. ഞാൻ പലപ്പോഴും കാണുന്നുണ്ട്, അവിടെ ഇവിടെ എല്ലാം കാണുന്നുണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പം നമുക്ക് പിന്നെ ശല്യം ചെയ്യാൻ സാധിക്കത്തില്ല, എന്നെ ഉപദ്രവിക്കത്തില്ലെന്ന് പറഞ്ഞ് ഞാൻ വിട്ടാലും ഇതിങ്ങനെ മുന്നേ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഇനി ഇതിനെ വിട്ടാൽ ഒക്കത്തില്ല. ഞാനൊന്ന് ഒരു സ്ഥലത്തൊരു പാറയുടെ പുറത്തേക്ക് ഇരിക്കുക. ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ കാല് നീട്ടിയപ്പോൾ എൻ്റെ കാലം നല്ല ബൂട്ട്സ് 2 കിടപ്പുണ്ട്. നല്ല ബൂട്ട്സ് 2 കിടക്കുക. ഞാൻ ഈ ബൂട്ട്സ് അങ്ങോട്ട് നീക്കിയിട്ട് ഈ ജീപ്പേൽ ചവിട്ടി അങ്ങോട്ട് തള്ളിക്കളയാനാണ് ഉദ്ദേശിച്ചത്. ചവിട്ടുന്ന സമയത്തിൽ ഒരു ദൂതൻ വന്നൊരു ഇരുമ്പ് പ്ലേറ്റ് ഈ ജീപ്പിൻ്റെ പുറകിലിങ്ങനെ പരിചയം പോലെ വെച്ചിരിക്കുകയാണ്. പുറകിലെ, മുന്നിലല്ല,
ഇരുമ്പ് പ്ലേറ്റ് ഈ ദൂതനിങ്ങനെ പിടിച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ ഈ ബൂട്ട്സ് കൊണ്ട് ചവിട്ടി അങ്ങ് മെതിച്ച് അരച്ച് കളഞ്ഞു. ഏതാ ഈ ദൂതൻ പിടിച്ച് ഈ പ്ലേറ്റ് ഇതിലങ്ങ് അരച്ച് ഭസ്മം പോലായിപ്പോയി. നോക്കണം, ഈ ബൂട്ട്സ് ഇട്ട് ചവിട്ടിയപ്പോൾ ഈ അഗ്നിപരിശോധനയിൽ കൊണ്ടുവന്ന പിശാചിൻ്റെ ശക്തി, ബൈബിളിലൊരു വാക്യമുണ്ട്, റോമാലേഖനം 16-ാം അധ്യായത്തിൽ 20-ാം വാക്യത്തിൽ, സമാധാനത്തിൻ്റെ ദൈവം തന്നെ, സമാധാന സുവിശേഷത്തിൻ്റെ ദൈവം സാത്താനെ നിങ്ങളുടെ കാൽ കീഴാക്കി ചതച്ചു കളയുന്ന പറഞ്ഞു. ആ വാക്യം എനിക്ക് ഓർമ്മ വന്നു. അപ്പോൾ ഞാൻ സെൻട്രൽ പാസ്റ്റർ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ സ്വപ്നം കണ്ടു. അത് ബൂട്ട്സ് കാലിലുണ്ട്, പേടിക്കണ്ട എന്ന് പറഞ്ഞതാ. എന്താ ബൂട്ട്സ്? ബൂട്ട്സ് വായിച്ചു, റോമാലേഖനം 16-20 വായിച്ച്. സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താന് നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും. പ്രിയരെ, അതിനുള്ള അതോറിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. ആ സുവിശേഷത്തിന്റെ ആത്മാവുള്ളവർക്ക് ഈ അധികാരം കൊടുത്തിട്ടുണ്ട്. യേശു പറഞ്ഞില്ലയോ, നിങ്ങൾ സാത്താന്റെ മേൽ ചവിട്ടും, ഒരു ദോഷവും വരച്ചില്ല, മരണകരമായതൊന്നും. ഇപ്പൊ സുവിശേഷകർ കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേക കൃപയാണ്. അത് വിശ്വാസിക്കായാലും വേലക്കാർക്കായാലും ഒരു ബൂട്ട്സ് കൊടുത്തിട്ടുണ്ട്. എന്താ ബൂട്ട്സ്? എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 15-17 വായിക്കുമ്പോൾ കാലിന് സുവിശേഷത്തിന്റെ ഒരുക്കമായിട്ടൊരു ബൂട്ട്സ് നമുക്ക് തന്നിട്ടുണ്ട്. വായിച്ചു ചെയ്യും. എഫേസ്യ ലേഖനം 6-ാം അധ്യായം, സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും. 6-15 അല്ലേ? സമാധാന സുവിശേഷത്തിന്റെ ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും. നിങ്ങൾ അവിടെ ഇവിടെ പറഞ്ഞ് വേണ്ടാത്ത സംസാരിച്ച് അന്തരീക്ഷം മലിനമാക്കരുത്. വിശ്വാസ വീട്ടിൽ അടുക്കളയിൽ പോലും സുവിശേഷത്തിന്റെ ആത്മാവുണ്ടാകണം. ദൈവ സാന്നിധ്യം അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ പുറപുറാന്ന് പറഞ്ഞ് പിശാചിന്റെ ഉദ്യോഗം ആരും ചെയ്യരുത്. ഫോണെടുത്ത് വേണ്ടാത്ത സംസാരിച്ച് പഴകരുത്. ഈ സമാധാന സുവിശേഷം അറിയിച്ചു നോക്കി, നിങ്ങൾക്കും ആരോഗ്യമുണ്ടാകും, മറ്റുള്ളവർക്കും ആരോഗ്യമുണ്ടാകും. അതുകൊണ്ടാണ് ഞങ്ങൾ ചിലതിനെയൊക്കെ തടസ്സം ചെയ്യുന്നത്. വേസ്റ്റായിട്ട് ഇരുന്നു കൊണ്ട് അതും പറഞ്ഞ് ഇതും പറഞ്ഞ് മറ്റുള്ളവരുടെ ഹൃദയത്തെ, മനസ്സിനെ മലിനമാക്കരുത്. അതുങ്ങൾ കേൾക്കാൻ പോകരുത്. അങ്ങനെ സംസാരിക്കുന്നവരെ ശാസിച്ചകറ്റണം. അവരുടെ അകത്ത് പിശാചായിരിക്കുന്നേ. ആ പിശാച് നിങ്ങൾക്ക് തരുന്ന ആലോചന നിങ്ങളുടെ ആത്മാവിനെ കെടുത്തിക്കളയും. അത് നിങ്ങൾ താൽക്കാലികമായ ലാഭം, ചിലപ്പോൾ ഇച്ചിരി എന്തെങ്കിലും കിട്ടിയെന്ന് വരും, വായിലിടാനോ മറ്റെന്തെങ്കിലും നന്മ കിട്ടിയെന്ന് വരും. അതിൻ്റെ പുറകെ പോയാൽ നിങ്ങളുടെ ആത്മാവ് നശിക്കും. അതുകൊണ്ട് മറ്റുള്ളവരുടെ വേണ്ടാത്ത സുവിശേഷം കേൾക്കാൻ പോരുത്, കെട്ട വാർത്തകൾ കേൾക്കാൻ പോരുത്, മറ്റുള്ളവരുടെ കുറവ് കേൾക്കാൻ പോരുത്. നന്മയെ സുവിശേഷിക്കുന്ന സമാധാന സുവിശേഷത്തിന്റെ, വീണ്ടും വായിച്ചേ, സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം കാലിന് ചെരുപ്പ്. നോക്കട്ടെ, സമാധാന സുവിശേഷത്തിന് കാലിന്. അതാണ് ഉത്തമഗീതം 7-ാം അധ്യായത്തിൽ മണവാട്ടിയെക്കുറിച്ച് വായിക്കുമ്പോൾ പ്രഭുകുമാരി എന്നാണ്. അപ്പൊ സുവിശേഷം അറിയിക്കുന്നവരാരാ? പ്രഭുകുമാരിയാണ് മണവാട്ടി. പ്രഭു ആരാ? ദൈവം. ദൈവത്തിന്റെ പുത്രിമാരാണ് സുവിശേഷം അറിയിക്കുന്നവര്. അതുകൊണ്ടല്ലേ ആശാരി ഉപദേശം നിങ്ങൾ നോക്കി. ആശാരി ഉപദേശിക്ക് എന്ന് പറയുന്നൊരു മഹാനായ മനുഷ്യനെ എനിക്കറിയാം. അദ്ദേഹം തന്നെ തൻ്റെ മാവോട് പറഞ്ഞാണ്, ഞാൻ ഈ മാപ്പിളമാരുടെയും നായന്മാരുടെയൊക്കെ വീട്ടിൽ പോയി കോഴിക്കോട് ഉണ്ടാക്കുന്ന മനുഷ്യനായിരുന്നു. കോഴിക്കോട് ഉണ്ടാക്കി ആ കാലത്ത് എത്ര കിട്ടും? ഇത്ര രൂപ കിട്ടും. കോഴിക്കോട് ഉണ്ടാക്കുമ്പോൾ കഞ്ഞി തരുന്നതൊക്കെ പരിയമ്പുറത്ത്, അന്നൊക്കെ ഈ പറഞ്ഞ പോലെ പണിക്കാർക്ക് പുറത്താണല്ലോ ഭക്ഷണം കൊടുക്കുന്നത്. അവിടെ ഇച്ചിരി പ്ലേറ്റിനകത്ത് വെച്ച് കഞ്ഞി തരും, ചോറ് തരും. കാരണം ആശാരിയല്ലേ, ആശാരിക്ക് അന്നൊക്കെ അത്രയേ ഉള്ളൂ, ജോലി ചെയ്യുന്നവരും അകത്താരും ഇരുത്തില്ല. എന്നാൽ ഈ ആശാരി ഉപദേശി യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോൾ, ഈ സുവിശേഷമായിട്ട് താൻ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ, ഇതേ വീടുകളിലൊക്കെ ഡൈനിങ് ടേബിളിലെടുത്ത് ഭക്ഷണം കൊടുക്കാൻ തുടങ്ങി. പ്രധാന സിറ്റ് ഔട്ടിൽ തന്നെ അല്ലെങ്കിൽ കസേര ഇരുത്താൻ തുടങ്ങി. മാത്രമല്ല അവസാനം ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഈ സുവിശേഷമായിട്ട് തന്നെ കൊണ്ടുപോയി UN-യിൽ പോലും പ്രസംഗിച്ചു. UN-യിൽ പോലും ആശാരി ഉപദേശി പ്രസംഗിച്ചു. എത്ര ആയിരങ്ങളെ അദ്ദേഹം സ്നാനപ്പെടുത്തി നരകത്തിൽ നിന്ന് വലിച്ചെടുത്തു, സ്വർഗത്തിലേക്ക് ആക്കി തീർത്തു. പ്രിയ ബന്ധുക്കോസുകാരെ, പരിപാടി അവസാനിപ്പിക്കേ. അങ്ങോട്ടും ഇങ്ങോട്ടും തൊഴുത്തിൽ കുത്തും, തമ്മിൽ പോരാട്ടമെല്ലാം മാറ്റി, ഇരുന്നുകൊണ്ട് ഫോണിൽ കാശും കൊടുത്തിരുന്ന് കുറ്റവും പറയുന്നതെല്ലാം മാറ്റിയിട്ട് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം അറിയിക്കുക. ശമരിയക്കാർക്കുണ്ടായതുപോലെ മറ്റുള്ളവരിന്ന് പിശാച് പോട്ടെ, നരകത്തിൽ നിന്ന് മനുഷ്യ വലിച്ചെടുക്കാം. പ്രഭുകുമാരി വായിച്ചേ. 7:2 മണിക്ക് വെച്ച് പ്രഭുകുമാരി. നോക്കണം, ഇപ്പൊ സുവിശേഷം അറിയിക്കുന്ന ആരാടോ? തങ്കവേലു. കാശുണ്ടാക്കുന്ന പണിക്ക് മാത്രം പോകരുത്, അവസാനം അവിടെ ഒന്നും കയറ്റത്തില്ല കേട്ടോ. കാശ് മാത്രം ഉണ്ടാക്കിക്കൊണ്ട് ജീവിച്ചാൽ
താൻ ലക്ഷ്യമാക്കുന്ന പിള്ളേർ ശരിയാകത്തില്ല. ഞാൻ തകവലിന് മാത്രം പറയല്ല, എല്ലാവരും നമ്മുടെ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ആത്മാക്കളെ നേടുന്നവരായി തീരണം. മനസ്സിലായോ? എനിക്കിന്നും ആ സന്തോഷമാണ്. അതാണ് അടുത്ത ദിവസം ഞങ്ങൾ ട്രാക്ട് കൊടുക്കാൻ പോവുക. ആ പ്രദേശങ്ങളിലൊക്കെ ഏതാ സന്തോഷമെന്നറിയാം. ഇവിടെ കിടന്ന് ഇമ്മ ചൊറി കുത്തിട്ടിരുന്നൊരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യുന്നതോറും വലിയ സന്തോഷമുണ്ട്. നന്മ ചെയ്യണം. സുവിശേഷം മാത്രം പോലെ നമുക്കുള്ള നല്ല ഗിഫ്റ്റുകൾ പ്രാർത്ഥിച്ച് രോഗികൾ സൗഖ്യമാകണം. പിന്നെ ഞങ്ങളൊക്കെ രക്ഷിക്കപ്പെട്ട വിശ്വാസിയായിട്ട് വന്ന സമയത്ത് ഞങ്ങളുടെ അയലത്തൊരു പ്രാന്തന്, ഞങ്ങളുടെ പ്രായമുള്ളൂ, 19 വയസ്സേ ഉള്ളൂ, മഹാപിശാചും ഭ്രാന്ത് പിടിച്ചൊരു ചെറുപ്പക്കാരന് പ്രാർത്ഥിച്ചു. അവൻ വസ്ത്രമില്ലാതെ നടക്കും. ഞങ്ങൾക്ക് എന്നെ പോലും അറിയാവോ, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു, അവൻ സൗഖ്യമായി. അവൻ നല്ല വെള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഒരു പാരമ്പര്യ ക്രിസ്ത്യ സമൂഹത്തിൽപ്പെട്ട ഒരുത്തൻ ഞങ്ങളുടെ പെയ്ത്തോൽ വരുന്ന കണ്ടപ്പം ദേശക്കാര് മൂക്കത്ത് വിരൽ വെച്ചു. എൻ്റെ ദൈവമേ, ഇത് അത്ഭുതം തന്നെ. പിന്നെ ഞങ്ങളുടെ വീട്ടുകാർ, ഞങ്ങൾ ആദ്യമൊക്കെ അവർ ഇത് അന്തിക്രിസ്തുവാന്ന് പറഞ്ഞവരുണ്ട് സഭക്കാർ. പക്ഷെ പിന്നീട് അവർ വിളിച്ചു കയറ്റി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എത്ര പേരെ അവിടെ തന്നെ ദൈവരാജ്യത്തിന് വേണ്ടി നേടി, എൻ്റെ വീട്ടിലെ ആൾക്കാർ ഉൾപ്പെടെ. അതുകൊണ്ട് സുവിശേഷം അറിയിക്കുന്നവർ പ്രഭുകുമാരിയാണ്, ദൈവത്തിൻ്റെ പ്രഭു കുടുംബത്തിൽപ്പെട്ടവരാണ്. ബ്രിട്ടീഷിൽ പ്രഭുക്കന്മാരുണ്ട്, ലോർഡ്സ്. നമ്മളാരും അവിടെ ജനിച്ചില്ലെങ്കിലും നിങ്ങൾ യേശുക്രിസ്തുവിന്റെ സുവിശേഷമായിട്ട് ഇറങ്ങി നോക്കേ. ആശാരി ഉപദേശി USA പോയി പ്രസംഗിക്കാൻ ഭാഗ്യം കിട്ടി. കാരണം എന്താ? പുള്ളി പറഞ്ഞു, ഈ ബൈബിൾ കയ്യിലെടുത്തുകൊണ്ടാണ്. ഇതാർക്കും തോൽപ്പിക്കാൻ കഴിയത്തില്ലോ, ഇത് സത്യവചനമാണ്. അതുകൊണ്ടാണ് പ്രഭുകുമാരി വായിച്ചേ, ചെരുപ്പിട്ടിരിക്കുന്ന പ്രഭുകുമാരി ചെരുപ്പിട്ടിരിക്കുന്ന നിന്റെ കാലെത്ര മനോഹരം, നിന്റെ കാലെത്ര മനോഹരം. നോക്കണം, പ്രഭുകുമാരിയാണ്. അതുകൊണ്ട് പ്രിയരെ, പരിപാടിയൊക്കെ നിർത്ത്. ചുമ്മാതെ വേണ്ടാത്ത ലൗകിക കാര്യങ്ങളും ഭൗമിക കാര്യങ്ങളും അവൻ്റെ കാര്യം ഇവൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് പിശാച് നിങ്ങളെ ചതിക്കുകയാണ്. അതെല്ലാം കളഞ്ഞതിന് ശേഷം നല്ല ആത്മീയ കാര്യങ്ങൾ പറയുകയും മറ്റുള്ളവർ ഷെയർ ചെയ്യാൻ നോക്കുകയും ഒരുത്തിനെങ്കിലും വലിച്ചെടുക്കേ. ഗലാത്യലേഖനത്തിൽ വായിക്കുന്നില്ല, തീയിൽ നിന്ന് അവരെ വലിച്ചെടുക്കുക, തീക്കകത്ത് കിടക്കുന്നവരെ വലിച്ചെടുക്കുക. അപ്പോൾ സാത്താനെ നമുക്ക് കാൽക്കീഴാക്കി ചതച്ചു കളയാൻ കഴിയും. സാത്താൻ യേശുക്രിസ്തു കാൽവരിയിൽ തോൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്കും ആ അധികാര ശക്തിയുണ്ട്. കർത്താവ് പറഞ്ഞില്ലയോ, ആകാശത്തിലെ ഭൂമിയിലെ സകല അധികാരം എനിക്ക് നൽകപ്പെട്ട് നിങ്ങൾ അവരും വരട്ടുകയാണെന്ന് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഒരു പിശാചിനും ഇതിനു മുമ്പ് നിൽക്കാനൊക്കത്തില്ല. നിങ്ങൾ ശരിയായി പവർ നിന്നാൽ ഒരു സാത്താനോട് നിൽക്കില്ല. യേശുവിന്റെ നാമം കേൾക്കുമ്പോൾ ഫിലിപ്പിയർ 2-ാം അധ്യായത്തിൽ വായിക്കും, സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുമെന്നാണ്. ചിലപ്പോൾ നാം രക്തസാക്ഷികളാകും. അവിടുന്ന് ആ ചോരയ്ക്കകത്തുനിന്ന് 10,000 എഴുന്നേൽക്കും. അതാണ് സുവിശേഷം എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. സുവിശേഷത്തിൽ നോക്കുക, പൗലോസ് പറയുന്നില്ലയോ, തീമോഥെയോസിന് പറയുകയാണ്, 2 തീമോഥെയോസ് 2-ാം അധ്യായത്തിന് 1-ാം വാക്യം വായിച്ച്, ക്രിസ്തുയേശുവിൽ നീ ശക്തിപ്പെടുക. വായിക്കാം. 2 തീമോഥെയോസ് 2-ാം അധ്യായത്തിന് 1 മുതൽ വായിര്. 2 തീമോഥെയോസ് 4:2 മുതൽ 5 വരെയും വായിര്. ആദ്യം എടുക്കുന്നവർ വായിച്ചു. ആദ്യം വചനം പ്രസംഗിക്കുക. നോക്കണം, വചനം പ്രസംഗിക്കുക. ഏതാ? 4:2 മുതൽ വചനം പ്രസംഗിക്കുക. വായി വരുന്നതെല്ലാം പറഞ്ഞുകൊണ്ട് നടക്കാതെ നീ നരകത്തിലേ പോകത്തുള്ളൂ. വേണ്ടാത്തെല്ലാം സംസാരിച്ച് നീ തീ കൊടുക്കാതെ. ബൈബിൾ ഉണ്ടല്ലോ, നീ തന്നെയാണ് നരകം സൃഷ്ടിക്കുന്നത്. എവിടെ എഴുതിയിരിക്കുന്നത്? യാക്കോബിന്റെ ലേഖനത്തിൽ വായിക്കുമ്പോൾ നാവും ഒരു തീ തന്നെ. വിശ്വാസ വീട്ടിലോ ദൈവങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് വേണ്ടാത്ത പറഞ്ഞ് നീ നരകം ഉണ്ടാക്കാതെ നിനക്ക് തന്നെ നരകം പിടിച്ചിരിക്കുകയാണ്. എന്താ ഈ ചൂട് പിടിച്ച് നടക്കുന്നത്? ചില വ്യക്തികളെ കണ്ടാൽ അവരെപ്പോഴും ചൂട് പിടിച്ചിങ്ങനെ നടക്കുകയാണ്. അവർക്കൊരു സ്വസ്ഥതയില്ല, മറ്റുള്ളവർക്ക് സ്വസ്ഥ കൊടുക്കത്തില്ല. മേലധികാരികളെ ഭയപ്പെടത്തില്ല, നടത്തിപ്പിനെ ഭയപ്പെടത്തില്ല. ഇങ്ങനെ തീ പിടിച്ച് നടക്കുകയാണ്. അവരോട് അടുക്കുന്നവരും വിചാരിച്ചോണം, സൂക്ഷിച്ചോണം, അവരെ ശാസിക്കണം. അങ്ങനെ തീ പിടിച്ച് നടക്കുന്ന ദുർവർത്തമാനം പരത്തുന്നവരെ ശാസിച്ചു വിടാൻ നിനക്ക് കപ്പാസിറ്റി ഇല്ലെങ്കിൽ അകന്ന് ഓടിക്കണം. ഇല്ലെങ്കിൽ നീയും കുറേ നാൾ കഴിയുമ്പോൾ അതേ പരുവത്തിലായി പോകും. അങ്ങനെ പിശാച് ഇന്ന് പെന്തിക്കോസ് ലോകത്തെയും വിശ്വാസ വീട്ടിലൊക്കെ ഒരുപാട് പ്രവൃത്തി ചെയ്യുന്നുണ്ട്. സൂക്ഷിക്കണം. ദൈവത്തിന് സ്തോത്രം. വീണ്ടും വായിച്ച് വചനം പ്രസംഗിക്കുക. പിന്നെ സമയത്തിലും അസമയത്തിലും നമ്മൾ റെഡിയായി നിന്നോണം. ഏത് സമയത്താണ് നമ്മൾ മേലോട്ട് പോകുന്നത് അല്ലെങ്കിൽ മേലോട്ട് വിടുന്നത്? സുവിശേഷം പ്രസംഗിക്കുന്നവർ എപ്പോഴും ഒരുങ്ങിയിരുന്നോണം. കാരണം അവർക്ക് അധികം ആയുസ് കാണത്തില്ല. സ്തെഫാനോസ് സുവിശേഷം അറിയിച്ചു, രക്തസാക്ഷിയായി. പൗലോസ് എത്രയോ പ്രാവശ്യം മരിച്ചതാ. എന്നാലും പൗലോസിനെ കൊണ്ട് ആവശ്യമുള്ളതുകൊണ്ട് ജീവനോടെ വെച്ചു. അത്രയേ ഉള്ളൂ. അതുകൊണ്ട്
നമ്മളെപ്പോഴും തയ്യാറായിരിക്കുക. പിന്നെ അടുത്തത് ശാസിക്കുക. ശാസന ഇവിടെ ആവശ്യമാണ്. അന്യോന്യം ആരെ ശാസിക്കണം? ഒന്ന് നമ്മളെ തന്നെ ശാസിക്കുക. ഞാൻ പലപ്പോഴും ഒരു ദിവസം ചിലപ്പം എത്ര പ്രാവശ്യം എന്നെ ശാസിക്കാറുണ്ട്. ഞാൻ തന്നെ എന്നെ ശാസിക്കാറുണ്ട്. ചിലപ്പോൾ നമ്മുടെ ചിന്തകൾ, വിചാരങ്ങൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ചില അബദ്ധങ്ങൾ, ചിലപ്പോൾ സൂക്ഷിച്ച് നടക്കാതെ കാല് തട്ടുമ്പോൾ, പിന്നെ കയ്യിൽ നിന്നൊരു ഗ്ലാസ് പോകുമ്പോൾ ഞാൻ എന്നെ തന്നെ ശാസിക്കും. മണ്ടൻ, ഫൂള് എന്നൊക്കെ ഞാൻ എന്നെ തന്നെ ശാസിക്കും. അതുകൊണ്ട് എന്നിൽ ശാസിക്കുന്ന ആത്മാവുണ്ടല്ലോ, പരിശുദ്ധാത്മാവുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ശാസിക്കുന്നുണ്ട് നമുക്ക് തന്നെ ഒരു കറക്ഷൻസ് ഉണ്ടാകും. പിന്നെ നമുക്കുള്ളവരെയും ശാസിക്കാം സ്നേഹത്തോടെ, അധികാരത്തോടെ ശാസിക്കണം. ശാസന ഏറ്റുകൊണ്ടാൽ അവർ രക്ഷപ്പെടും. ശാസനയെ വെറുത്താലോ, സദസ്യവാക്യം നീ ശാസനയെ വെറുത്തു, നിന്റെ അപകടം നീ തന്നെ വരുത്തുകയാണ്. വായിച്ചേ, 1-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ഭോഷന്മാരെ ഭോഷത്വത്തിലും, പിന്നെ ബുദ്ധിഹീനരെ ബുദ്ധിഹീനയിലും. 1-ാം അധ്യായം 22-ാം വാക്യം മുതലാണ്. ബുദ്ധിഹീനരെ നിങ്ങൾ ബുദ്ധിഹീനതയിൽ രസിക്കുകയും. ബുദ്ധിഹീനരെ നിങ്ങൾ ബുദ്ധിഹീന, അവരുടെ ബുദ്ധിഹീനാണെന്ന് അവർക്ക് ബോധ്യപ്പെടത്തില്ല. അവരേതെല്ലാം ബുദ്ധികേട് ചെയ്താലും പിന്നെ ഞങ്ങൾ ഏതാണ്ട് തികഞ്ഞവരും മറ്റൊരു മണ്ടന്മാരും അന്ന് ഈ കൂട്ടർ ചിന്തിക്കത്തുള്ളൂ. പ്രാന്തന്മാർ അങ്ങനെയാണ്. ഈ പ്രാന്തന്മാരുടെ വിചാരം അവൻ മാത്രം ഗവർണറും മറ്റുള്ളവരൊക്കെ മണ്ടന്മാരും. അതുകൊണ്ടാണ് അവൻ മറ്റുള്ളവരൊക്കെ നോക്കുമ്പോൾ ഒരുമാതിരി പുച്ഛിച്ച് നോക്കുന്നത്. ഏതാണ് പുച്ഛിച്ച് നോക്കുന്നത്? കാരണം അവൻ ഗവർണറാണെന്ന് അവന് തീർന്നത്. അപ്പോൾ ബുദ്ധിഹീനരായ മനുഷ്യരെ വ്യാപിക്കുന്ന ഈ ബുദ്ധിയില്ലാത്ത സ്പിരിറ്റ് അവരെ ഒരിക്കലും ബോധ്യപ്പെടുത്തത്തില്ല. കാരണം മാനസാന്തരം കിട്ടത്തില്ല. അതുകൊണ്ടാണ് വർഷങ്ങൾ തെറ്റ് ചെയ്താലും, മേലുള്ളവരെ മേലുള്ളവർക്ക് വിരോധമായി സംസാരിച്ചാലും, പ്രായമുള്ളവരെ പരിഹസിച്ചാലും, വർഷങ്ങൾ കഴിഞ്ഞാലും ഈ കൂട്ടർക്ക് മാനസാന്തരം ഉണ്ടാകത്തില്ല. കാരണം അവരുടെ ബുദ്ധിഹീനതയിൽ അതിൻ്റെ കാരണം പറയുന്നുണ്ട്. ബുദ്ധിഹീനരെ നിങ്ങൾ ബുദ്ധിഹീനതയിൽ രസിക്കുകയും, പിന്നെ പരിഹാസികളെ നിങ്ങൾ പരിഹാസിക്കുന്നത് വലിയ ഇഷ്ടമാണ്. ഈ ബുദ്ധിഹീനർക്ക് ഈ കുരങ്ങ് കാണുന്നില്ല, കുരങ്ങൻ നമ്മുടെ കാറിനകത്തുനിന്നോ ബാഗിൽ നിന്നോ ചിലപ്പോൾ ചില സാധനം അടിച്ചെടുത്തിട്ട് മരത്തേക്ക് വരുന്നൊരു ചിളിയുണ്ട് അല്ലേ, നമ്മൾ നോക്കി ഒരു ചിരിയുണ്ട് എന്ന് പറഞ്ഞ പോലാണ് ഈ പരിഹാസികളെ, ബുദ്ധിഹീനരെ മറ്റുള്ളവർക്ക് ദോഷം ചെയ്തിട്ട് ഇപ്പുറത്ത് മാറിയുന്നുണ്ട്. ഞാൻ ഏതാണ്ട് വലിയ ക്രെഡിറ്റ് ചെയ്യുന്നുള്ളൊരു അഹങ്കാരത്തോട് ഈ ചിലിപ്പ് ചിരി. എന്ത് പറയാന്? ദൈവമേ ഇവരോട് ക്ഷമിക്കണം എന്നല്ലാതെ ബാക്കി എന്ത് പറയാം? താട്ട് വായിച്ചേ. ഭോഷന്മാരെ നിങ്ങൾ പരിജ്ഞാനത്തെ വെറുക്കുകയും ചെയ്യുന്നത് പരിജ്ഞാനം വേണ്ട. കാരണം അവരുടെ ഭോഷത്വത്തിൽ അവർ തുടർന്നു പോകണം. അത് അംഗീകരിക്കാത്തവർ അവരുടെ ശത്രുക്കളാണ്. അത് അംഗീകരിക്കാത്തവരെ അവർ പരിഹസിച്ച് കൊല്ലും. ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങനല്ലേ? ഇന്നത്തെ ഭരണം കണ്ടില്ലയോ? എല്ലാം ഗതികെട്ട് പോയ ഒരു സമയത്തും ഇങ്ങനെ ഇരിക്കുകയാണ് അനൗൺസ് ചെയ്യാനായിട്ട് മനുഷ്യൻ പരിഹസിക്കാൻ വേണ്ടി. നല്ല മനുഷ്യരെ പരിഹസിക്കുക, അറിവുള്ളവരെ പരിഹസിക്കുക. ഇവരൊക്കെ വലിയ ബുദ്ധിമാന്മാരാണെന്ന് പറഞ്ഞിട്ട് അധികം നാൾ വരത്തില്ല. ഇതിൻ്റെ എല്ലാം ന്യായവിധി അടുത്തതാ വിഷയം. യോശിയ രാജാവിനെ പോലെ നല്ല രാജാവിനെ പെട്ടെന്ന് മാറ്റിയിട്ട് സിദ്ക്കിയാവിനെയും യോവാഖ്യാനെയും കൊടുത്തതിൻ്റെ കാരണം തലതിരിവുള്ളവന്മാരാണ്. അടിസ്ഥാനത്തിൽ ജീവിക്കാത്ത ഭരണാധികാരികളൊക്കെ അധികാരത്തിൽ വരുന്ന അവരുടെ കുറ്റം മാത്രമല്ല, ജനങ്ങൾ ദൈവത്തെ വിട്ട് പോയി, പ്രമാണങ്ങളെ വിട്ട് ദൈവത്തെ വേണ്ട. അപ്പോൾ അതിനേറ്റ പോഷന്മാരായ ഭരണാധികാരികൾ കൊടുക്കുമെന്നുള്ള വേദപുസ്തകത്തിലുണ്ട്. നിങ്ങൾ 1 ദിനവൃത്താന്ത പുസ്തകം അവസാന ഭാഗത്ത് വായിച്ചു നോക്കിയേ. യോശിയാവെന്ന് പറയുന്നൊരു നല്ല രാജാവിനെ പെട്ടെന്ന് മാറ്റി, പകരം യാതൊരു വിവരവും ഇല്ലാത്ത യഹോക്യാം, പിന്നെ യോവാക്യാം എന്ന് പറഞ്ഞുള്ള രാജാക്കന്മാരെ കൊടുത്ത് അവന്മാർ കാണിച്ച തരികിടകളും തോന്നിവാസങ്ങളും വഷളത്തരവും ബുദ്ധിഹീനതയുടെ കാലത്താണ് ഇസ്രായേൽ അന്യശത്രുക്കൾ കയറി ആക്രമിച്ച് കൊണ്ടുപോയത്. ഇനി അന്ത്യക്രിസ്തു ലോകത്ത് വരണം. അപ്പോൾ ഭരണാധികാരികൾ ബുദ്ധിയില്ലാത്തവരാകണം. അവർ വെറും സ്വയപ്രശംസക്കാരാകണം. അവർ തെറ്റ് ചെയ്തിട്ട് ശരിയാണെന്ന് സമ്മതിക്കുന്നവരായിരിക്കണം. ഇതൊക്കെയാണ് ഇന്നിപ്പോൾ എല്ലായിടത്തും നടക്കുന്നത്. അങ്ങനെയൊരു കാലത്താണ് ഈ രാജ്യത്തിൽ അവസാനം വരുന്നത്. എതിർക്രിസ്തു രംഗപ്രവേശനം ചെയ്യുന്നതിന് മുമ്പുള്ള ഭരണമൊക്കെ ഇങ്ങനെയായിരിക്കും. അതുകൊണ്ട് ആരെല്ലാം സോഷ്യൽ മീഡിയയിൽ കറക്റ്റ് ചെയ്യാൻ നോക്കിയാലും, ആരെല്ലാം അവരെ ശരിപ്പെടുത്താൻ നോക്കി, അവർ ശരിയാകത്തില്ല. ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ അവരതിൽ തന്നെ രസിക്കും. പിന്നെ ഒഴിഞ്ഞു പോകുക, അവരെ വിട്ട് ഒഴിഞ്ഞു പോകുക, അവരിൽ നിന്ന് നമ്മൾ അബദ്ധത്തിൽ ചാടാതിരിക്കാൻ സൂക്ഷിക്കുക. അല്ല നിന്റെ ഗതിയും ഇത് തന്നെയായി പോകും. നോക്കണം. പോഷന്മാരെ വായിക്കാം. ഭോഷന്മാരെ നിങ്ങൾ പരിജ്ഞാനത്തെ വെറുക്കുകയും ചെയ്യുന്നത് എത്രത്തോളം? അവർക്ക് മടുപ്പില്ല. അവർ വിചാരിക്കുന്ന അവർ ചെയ്യുന്നതാണ് ശരി, മറ്റുള്ളവരൊക്കെ മണ്ടന്മാരും പോഷന്മാരും, ഞാൻ മാത്രം ജ്ഞാനി. ഇതാണ് ഈ ഒരു കൂട്ടരുടെ. അത് ആത്മീയ ഗോളത്തിലുണ്ട്, ഭൗമിക ഗോളത്തിലുണ്ട്, രാഷ്ട്രീയത്തിലുണ്ട്, മതത്തിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഇവരാണ് ഈ സാത്താൻ്റെ വക്താക്കളായിട്ട് ഇങ്ങനെ പോകുന്നത്. എന്താ കാരണം?
അവരെ എന്നെ തുടരുതാരും, എന്നെ ശാസിക്കരുത്, എനിക്ക് അവരുടെ ആലോചന വേണ്ട. വായിച്ച അവർ ശാസനയെ വെറുത്തു. 23 വാക്യം വായിച്ചത്. അവർ ഭോഷന്മാരെ പരിജ്ഞാനത്തെ വെറുക്കുകയും ചെയ്യുന്ന എത്രത്തോളം. അടുത്തത്, എന്റെ ശാസനയ്ക്ക് തിരിഞ്ഞുകൊള്ളുവിൻ. അവർ രക്ഷപ്പെടണമെങ്കിൽ അങ്ങനെയുള്ള സുവിശേഷ വേലക്കാരോ വിശ്വാസികളോ ലോകമനുഷ്യരോ രാഷ്ട്രീയ നേതാക്കന്മാരോ ആരെങ്കിലും രക്ഷപ്പെടണമെങ്കിൽ അറിവുള്ളവരുടെയും ജ്ഞാനമുള്ളവരുടെയും ശാസനയ്ക്ക് അവർ തിരിയണം. അങ്ങനെ ശാസിച്ചാൽ അവർ തലയെടുക്കുകയല്ലേ? ഈ ഭോഷന്മാരായ രാജാക്കന്മാരായാലും ഭരണാധികാരികളായാലും മത നേതാക്കന്മാരായാലും സുവിശേഷ വേലക്കാരായാലും വിശ്വാസികളായാലും അവർ ചെയ്യുന്ന പോലെ അവൻ്റെ തലയെടുക്കണം. ഇനി അവൻ ജീവിച്ചിരുന്നാൽ എൻ്റെ സാമ്രാജ്യത്തിന് കോട്ടം വരും. അങ്ങനെയല്ലേ ശൗല് ദാവീദിനെ തട്ടാൻ പ്ലാനിടുന്നത്. ശൗലിനെതിരായിട്ട് ആരെല്ലാം നീങ്ങുന്നു അവനെല്ലാം തട്ടിക്കളയണം. അതാണ് ആത്മാവ്. ഇതിനി പരിഹാരം ഒന്നേ ഉള്ളൂ. കർത്താവ് ഒന്ന് സഭയെ ചേർക്കും. അതിനുശേഷം എതിർ ക്രിസ്തു ലോകത്തിൽ വരാൻ പോവുകയാണ്. അവൻ വന്ന് പഠിപ്പിച്ചോളും എല്ലാത്തിനെയും, കേട്ടോ. അവൻ വന്ന് സകല പുള്ളികളെയും ഇക്ഷ വരപ്പിച്ചോളും. നമ്മൾ ദൈവമക്കൾ പേടിക്കേണ്ട ആവശ്യമില്ല. അന്ത്യക്രിസ്തു വരുന്നതിന് ദൈവമക്കൾ പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. എന്താ കാരണം? അതിനു മുമ്പായി ആദ്യ ഫലങ്ങൾ രൂപാന്തരപ്പെട്ടു പോകും. രണ്ടാമതുള്ള ഫലം അവരുടെ കുറവവശങ്ങൾ പരിഹരിക്കാൻ ഒരു ട്യൂട്ടോറിയൽ കോളേജ് പഠിപ്പിക്കുന്ന പോലെ അന്ത്യക്രിസ്തുവിൻ്റെ കോളേജിൽ പഠിച്ച് അവരും പാസ്സായി പോകും. പിന്നീടാണ് ഈ ലോകത്തിൽ സംഭവിക്കാൻ പോകുന്നതൊക്കെ. ആ കാലഘട്ടത്തിലായിരിക്കും മുല്ലപ്പെരിയാറും പൊട്ടുന്നത് എന്നാണ് എൻ്റെ മനസ്സിൽ ദൈവം തന്ന ഒരാലോചന. മഹോദരകാലത്തിൻ്റെ 7 വർഷം തികയുന്നതിന് മുൻപ് മുല്ലപ്പെരിയാർ പൊട്ടിയിരിക്കും. പക്ഷേ അതുവരെയും ദൈവം സൂക്ഷിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ഇടപെട്ടൊരു കാര്യമാണ്. ഞാൻ അതിനെക്കുറിച്ച് പിന്നീടൊരു വീഡിയോ ഒരു ഇത് പറയാം, മെസ്സേജ് പറയാം, വിവരിച്ച് പറയേണ്ട ആവശ്യമാണ്. അപ്പോൾ ഒരു കാര്യം ഓർത്തോണം, ദൈവത്തിൻ്റെ സഭ ജനം എടുക്കപ്പെടും. പിന്നീട് ഈ അല്പ കുറവുള്ളവരെ അന്ത്യക്രിസ്തുവിൻ്റെ കാലത്തിൽ അവൻ്റെ ട്യൂട്ടോറിയൽ കോളിലിട്ട് അവൻ സഹിഷ്ണുതയും വിശ്വാസം പഠിപ്പിച്ച് അവരെയും പൂർണ്ണപ്പെടും. അപ്പോൾ ദൈവമക്കൾക്ക് അന്ത്യക്രിസ്തുവിൻ്റെ ഭരണം ഒരു കുഴപ്പവും ഇല്ല. ഈ ലോകം നട്ടം തിരിയും. യവനെയൊക്കെ ഇക്ഷാവലപ്പിക്കുന്നതായിരിക്കും അന്ത്യക്രിസ്തുവിൻ്റെ ഭരണം. 7 വർഷം കൊണ്ട് അവൻ ഭൂമിയെ റെഡിയാക്കി കൈത്തരും. അപ്പോൾ യേശു ക്രിസ്തു വരും. ദൈവത്തിന് സ്തോത്രം. അവിടെ ദൈവമക്കൾ ഉണർന്ന് സുവിശേഷം അറിയിക്കുക, ആത്മാക്കളോട് നൽവർത്തമാനം പറയുക, സദ്വർത്തമാനം. ഇവിടെ എന്താ വായിക്കുന്നത്? 4-ാം അധ്യായത്തിൽ വായിച്ചല്ലോ, വായിച്ചേ 4:3 വാക്യം, 2 തിമോഥെയോസ് 4:3. സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം അവർ തന്നെ ഉപദേശകന്മാരാകും. അവരെ പോലെ കുറേ ആളുകളെ അവരിങ്ങനെ വശീകരിച്ചെടുത്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് സൂക്ഷിക്കുക. 2 തിമോഥെയോസ് 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിച്ച് 1 മുതൽ വായിച്ച്. 2 തിമോഥെയോസ് 2:1 മുതൽ. എന്റെ മകനെ, ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. കൃപയാൽ അതിനെന്ത് വേണം? സുവിശേഷം അറിയിക്കണമെങ്കിൽ കൃപ വേണം. കൃപ വേണമെങ്കിൽ എന്ത് ചെയ്യണം? 2 കാര്യങ്ങളാണ്. വേദപുസ്തകത്തിൽ കൃപ വേണമെങ്കിൽ 1 താഴ്മയുള്ളവരായിരിക്കണം, 2 സ്തോത്രവും സ്തുതിയും നമ്മുടെ വായിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. സ്തോത്രത്തിനാൽ കൃപ വരുന്നു, താഴ്മയുള്ളവർ കൃപ വരും. അപ്പോൾ സ്തോത്രത്തിൻ്റെ പണ്ട് പെന്തക്കോസ്തുകാരുടെ വായിൽ എപ്പോഴും സ്തോത്രം ഉണ്ടായിരുന്നു. അവർ പോയി ഒരിക്കൽ നമ്മുടെ പാസ്റ്റർ വൈ തോമസും സഹോദരിമാരും 2-3 ഉപദേശിമാരെല്ലാം കൂടി ഒരു സുവിശേഷ പ്രവർത്തനത്തിൽ പോയ കൂട്ടത്തിൽ പോയ വഴിക്ക് വേറൊരു വണ്ടി വന്ന് ഇടിച്ചു. ഇടിച്ചപ്പോൾ ആ വണ്ടിക്കകത്തുള്ള സ്വോത്രം 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 പറഞ്ഞ്. അപ്പോൾ കാറുകാരൻ ഇടിച്ചേനല്ല പിന്നെന്ത് ചെയ്തു? ഇവിടെ വണ്ടി ഇടിച്ചപ്പോൾ അകത്ത് സ്വോത്രം 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 പറഞ്ഞു. അപ്പോൾ അയാൾ ഈ വണ്ടി ഇടിച്ചപ്പോൾ നിങ്ങൾ ഈ സ്വോത്രമാണോ പറഞ്ഞു ചോദിച്ചു. എൻ്റെ സാറേ ഞാൻ കഥ അറിയത്തുള്ളൂ പറഞ്ഞു. എൻ്റെ സാറേ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നത്. പെന്തക്കോസ്തുകാർക്ക് സ്വോത്രം മാത്രം അറിയാം. ഇന്നിപ്പം എന്തൊക്കെയാണ് ഓരോരുത്തർ വായിന്നിരിക്കും നമുക്ക് പരിശോധിച്ചാൽ അറിയാം. മനസ്സിലാവുന്നു? അപ്പം ഞാൻ കഥ അറിയത്തുള്ളൂ സാറെന്ന് പറഞ്ഞാൽ അയാൾ ഒന്നും മിണ്ടാങ്ങ് പോയി കേട്ടോ. അവർ താഴ്മയോട് പറഞ്ഞു, സാറേ ഞാൻ കഥ പറയാനേ അറിയത്തുള്ളൂ. നോക്കണം. അപ്പോൾ സ്തോത്രത്തിനാൽ കൃപ പെരുകുന്നു. പിന്നെ താഴ്മയുള്ളവർക്കോ യഹോവക്കോ നിഗളികളോടോ എതിർത്ത് നിൽക്കും. അതുകൊണ്ടാണ് അവരും എതിർത്ത് നിൽക്കുന്നത്. ഈ എതിർത്ത് നിൽക്കുന്ന പിശാച് നിന്നിൽ വ്യാപരിക്കും, എന്നിൽ വ്യാപരിക്കും. നമ്മൾ മറ്റുള്ളവരുടെ എതിർക്കും. അവിടെ അധികാരമോ പ്രായമോ ഒന്നും നോക്കത്തില്ല. എല്ലാവരോടും എതിർത്ത് നിൽക്കണം. ഈയിടെ ഞങ്ങളുടെ ഒരു പാസ്റ്റർ ഒരു കോവർക്കറോട് ചോദിച്ചു, നിൻ്റെ വീട്ടുകാരെല്ലാം രാഷ്ട്രീയക്കാരായിരുന്നു എന്ന് ചോദിച്ചു. നീ വർഷങ്ങളായി വീഴ്ത്തു വന്നിട്ട് ഇപ്പോൾ രാഷ്ട്രീയക്കാരെ പോലെ കക്ഷിയിൽ തരുന്നവരെ പോലെ ഇങ്ങനെ എതിർത്തും മത്സരിച്ചുമൊക്കെ നിൽക്കുന്നല്ലോ എന്ന് ചോദിക്കാനുണ്ട്. എന്ന് പറഞ്ഞ പോലെ നമ്മളൊക്കെ പല വിഭാഗത്തിൽ നിന്ന് വന്നവരല്ലേ. ആത്മാവെല്ലാം പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ട് വരും. പരിശുദ്ധാത്മാവിഷയം ശരിക്കും പ്രവർത്തിച്ചെങ്കിലേ ഇതൊക്കെ മാറി കിട്ടത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ വായിച്ച് 2
കൃപയാൽ ശക്തിപ്പെടുക. പിന്നെ നീ പല സാക്ഷികളുടെയും മുൻപാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിക്കണം. അതുകൊണ്ടാണ് ഞാനും ഈ കാലത്തിൽ ഇതിന് ഉത്സാഹം കാണിക്കുന്നത്. പല വിശുദ്ധന്മാരും, പൗലോസിനെ പോലുള്ള നല്ല നല്ല വിശുദ്ധന്മാർ നമ്മുടെ ഈ സഭയിലുണ്ടായിരുന്നു. ഇപ്പോഴും കുറച്ചുപേരൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെയുള്ള നല്ല പാസ്റ്റർമാരോടുകൂടി വിശുദ്ധന്മാരോട് ഇരിക്കാൻ ദൈവം കൃപ തന്നുകൊണ്ടാണ് അവരിൽ നിന്ന് പഠിച്ചത്. മൗനമായിരുന്നതിൻ്റെ ഗുണം ചത്തുപോയിട്ട് ആരോട് പറയാനാണ്. അതുകൊണ്ടാണ് ഈ നാളുകളിൽ ഇതെല്ലാം തുറന്നു പറയാൻ ഇഷ്ടപ്പെടുക. അതുകൊണ്ട് എത്രയോ മനുഷ്യർ കേൾക്കുന്നു, എത്രയോ പേർക്ക് പ്രയോജനമാകുന്നു, എത്രയോ പേർക്ക് നന്മയുണ്ടാകുന്നു. ചിലർ നമ്മളെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങളും പറയണം, നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾ മറ്റുള്ളവർ ഷെയർ ചെയ്യുക. വേറൊന്നിനും പോകരുത് ഈ കാലത്തിൽ. അങ്ങനെ പറഞ്ഞു നോക്കുക, നിങ്ങളുടെ കുടുംബത്തിനെല്ലാം വ്യത്യാസം വരും. നിങ്ങളുടെ മക്കൾ ആരുടെയും പ്രാർത്ഥിക്കാൻ പോകണ്ട, അവരുടെയും പോയി കന്യാകുമാരിയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പോകണ്ട, പിന്നെ മദർമാരെ പാസ്റ്റർമാരെ പ്രാർത്ഥിക്കാൻ നിങ്ങൾ പോകേണ്ട ആവശ്യമേ ഇല്ല. ദൈവം നിങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തോളും. സുവിശേഷം പ്രസംഗിക്കുന്നവർ ദൈവത്തിന് വലിയ ഇഷ്ടമാണ്. അടുത്ത് വായിക്കാം. സമർത്ഥനായ വിശ്വസ്ത മനുഷ്യനെ പരമേൽപ്പിക്കുക. മാത്രമല്ല, നീ പോകുന്നതിന് മുമ്പ് നിന്റെ ഉപദേശം ചില ആളുകളിൽ കൊടുക്കണം. അതുകൊണ്ട് ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളിത് ബൈഹാർട്ടാക്കണം. ഈ സുവിശേഷം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളും അടുത്ത തലമുറയ്ക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങളും അനുഗ്രഹിക്കപ്പെടും. പൗലോസ് എന്താ പറയുന്നത്? റോമാലേഖനം 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. നോക്കണം, സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. വിശ്വസിക്കുന്ന ഏവർക്കും ഇതാ സത്യം. പിന്നെ ഇതിനെ മറിക്കുന്നേ. പിന്നെ ആരെങ്കിലും കത്തിക്കൊണ്ടൊന്ന് വരട്ടിയാൽ പറയണം, സഹോദര ഇതങ്ങനെ പോകുന്നതല്ല, ഞങ്ങളാരും ഉപദ്രവിക്കത്തൊന്നുമില്ല, ഞങ്ങൾക്ക് ആ പണിയുമില്ല. പക്ഷേ ഇത് നിങ്ങളുടെ കത്തിയുടെ മുനയിലോ തോക്കിൻ്റെ മുനയിലോ, ഇത് റോമാ ഗവൺമെൻറ്റും കാലാകാലങ്ങളിൽ മതവും രാഷ്ട്രീയമൊക്കെ ഇതിനെതിരായിട്ട് പ്രവർത്തിച്ചെങ്കിൽ ഇന്നും സുവിശേഷം നേരോടെ നിൽക്കുകയാണ്. കാരണം ഇത് സത്യമാണ്, ഇത് സത്യസുവിശേഷമാണ്. അതുകൊണ്ട് ഇതിനെ ആർക്കും വകവരുത്താൻ കഴിയത്തില്ല. വെളിച്ചമല്ലേ, വെളിച്ചത്തിനെ ഇരുട്ടുകൊണ്ട് മൂടാൻ ഒക്കുമോ? ഇരുട്ടുകൊണ്ട് ഓട്ട അടയ്ക്കാമെന്ന് പറയാം, പക്ഷേ വെളിച്ചം വരുമ്പോൾ ഇരുട്ടെല്ലാം തകർന്നു. അതുകൊണ്ട് ഈ നാളുകളിൽ ദൈവമക്കൾ ഉണർന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന പറഞ്ഞാൽ മതി. കടമെടുക്കണ്ട, ബൈബിൾ കോളേജിൽ നിന്ന് പഠിച്ച പറയണ്ട, പിന്നെ വേണ്ടാത്തൊന്നും പറയണ്ട, സംഘടന നടത്താൻ പറയണ്ട. നിങ്ങൾക്കുള്ള അനുഭവങ്ങൾ ഷെയർ ചെയ്യുക, ആർക്കും നിഷേധിക്കാൻ ഒക്കത്തില്ല. ഞാനതുകൊണ്ടാണ് അന്ന് മുതൽ ഇന്ന് വരെ ഒരേ സുവിശേഷം പറയുന്നത്, ഒരേ സാക്ഷ്യം പറയുന്നത്. കാരണം അതിനകത്ത് നമുക്ക് സത്യമായതും അനുഭവമായതുകൊണ്ട് ഇനി എത്രകാലം പറഞ്ഞാലും അതിന് മാറ്റം വരത്തില്ല. ദൈവത്തിന് സ്തോത്രം. നിന്നെ ആരിൽ നിന്ന് പ്രാപിച്ചു, അത് വീണ്ടും മൈക്കിൽ വായിക്കാം. 2 തിമോഥെയോസ് 2-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. നീ പല സാക്ഷികളുടെ മുൻപാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥനായ വിശ്വസ്ത മനുഷ്യരെ പരമേൽപ്പിക്കുക. അടുത്തത്, ക്രിസ്തുയേശുവിന്റെ നല്ല ഭടൻ. ഇതൊരു പട്ടാള ഉദ്യോഗമാണ്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, കാർഗിലും ബൗണ്ടറി സ്ഥലങ്ങളെല്ലാം പോയി എത്രയോ ചെറുപ്പക്കാർ, നല്ല വിദ്യാസമ്പന്നരായ മനുഷ്യർ, നല്ല കുടുംബശ്രേഷ്ഠരായ മനുഷ്യർ പോലും, ഏതെല്ലാം വിഭാഗത്തിൽപ്പെട്ടവർ നെഞ്ചും നെറ്റിയും കൊടുക്കുന്ന ഈ ലോകത്ത് നശിച്ചു പോകുന്ന രാജ്യത്തിന് വേണ്ടി ഭടന്മാരായി രക്തസാക്ഷികളായി തീരുന്നില്ലേ? ഈ അടുത്ത സമയത്ത് ഞാനുള്ളൊരു കാഴ്ചയുണ്ടല്ലോ, ഭർത്താവ് മരിച്ചുപോയ ഭാര്യ അതേ ജോലിയിൽ പ്രവേശിച്ച് പട്ടാള വേഷമിട്ട് 2 കുഞ്ഞുങ്ങളെയും പട്ടാള വേഷമെടുത്ത് ഒക്കത്തിൽ വെച്ചുകൊണ്ട് അഭിമാനത്തോടെ ജയ് ഹിന്ദ്, രാജ്യത്തിന് വേണ്ടി അഭിമാനത്തോടെ പറയുന്നെങ്കിൽ അതിൽ നമ്മൾ സന്തോഷിക്കുന്നു. നമുക്കും നിങ്ങൾക്കും പട്ടാളത്തിൽ ചേർന്ന് സേവനം ചെയ്യുന്ന നല്ലതാണ് കേട്ടോ. ഈ ചെറുപ്പക്കാർ പലരും പട്ടാളത്തിൽ പോകണം. ഈ IT ഫീൽഡിലൊക്കെ പോയി കസേര ഇരുന്നുകൊണ്ട് AC റൂമിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ രോഗികളായിട്ട് തീരുന്നതിനേക്കാൾ നല്ല നിങ്ങൾ പട്ടാളക്കാരാകും. എനിക്ക് സന്തോഷമാണ്. അന്തസ്സുള്ള വേലയാണ്, അന്തസ്സുള്ള വേലയാണ് പട്ടാളം. അതുപോലെ ഒരു അന്തസ്സുള്ള വേലയാണ് എന്താ? ക്രിസ്തുയേശുവിൻ്റെ ഭടനായി തീരുക. അതുകൊണ്ട് പെന്തിക്കോസിലെ ചെറുപ്പക്കാരെല്ലാം പട്ടാളത്തിൽ ചേരണം. നല്ല ധൈര്യം ഉണ്ടാകും. നിങ്ങൾക്ക് അവിടെ സാക്ഷിക്കാമല്ലോ. വേറൊരു ജോലിക്കും പോകേണ്ട, നിങ്ങളെല്ലാം പട്ടാളക്കാരായി മാറുക. മോദിജി അവിടെ വിളിക്കുന്നുണ്ട്, നല്ലതല്ലേ? പിള്ളേരൊക്കെ ഇവിടെ അധികം പഠിത്തമൊന്നും വേണ്ട, ന്യായമായ പഠിത്തം മതി. രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്യും. കൂട്ടത്തിൽ നിത്യരാജ്യത്തിന് വേണ്ടിയും എത്ര പട്ടാളക്കാർ. അതിൽ പട്ടാളക്കാരനായിരുന്നു ക്യാപ്റ്റൻ സാമുവൽ. ക്യാപ്റ്റൻ വരെ റേഞ്ചിലെത്തിയ മനുഷ്യൻ. താൻ ക്യാപ്റ്റൻ റേഞ്ചിലിരുന്ന് വാളണ്ടറി റിട്ടയർമെൻ്റ് എടുത്ത് അനേക വർഷം ഇന്ത്യയെ സേവിച്ച് അതിനുശേഷം അദ്ദേഹം സുവിശേഷ പ്രവർത്തനം ചെയ്യാൻ തുടങ്ങി, രക്ഷിക്കപ്പെട്ടു. ക്യാപ്റ്റൻ സാമുവൽ എന്നറിയുന്നത്. തന്നെ സുവിശേഷ വിരോധികൾ ചില സ്ഥലത്ത് കഴുത്തിറക്കാൻ അറവശാലയിലെ മരക്കെട്ടെ കൊണ്ട് തലവെച്ചിട്ട് വാളെടുത്ത് വെട്ടുന്ന നേരത്ത് പുള്ളി തിരിഞ്ഞു നോക്കി അവർ ചിരിച്ചു. അവർക്ക് അത്ഭുതം തോന്നി. താനെന്താ അവിടെ ചിരിക്കുന്നേ എന്ന് ചോദിച്ചു.
അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എനിക്കൊരു നല്ല കാര്യം ചെയ്യാൻ പോവുകയാണ്. എന്താ നല്ല കാര്യം? എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് നിങ്ങളെന്നെ അയക്കാൻ പോവുകയാണ്. അതിന് താങ്ക്സ്. അവർക്ക് ദേഷ്യം വന്നു, ഇറങ്ങി പോകണമെന്ന് പറഞ്ഞ് ഇവർക്ക് വിട്ടു. പിന്നെ പോയി പുള്ളി സുവിശേഷം അറിയിച്ച്. അതുകൊണ്ട് പ്രിയരെ, ഇതിൻ്റെ ആ രുചി വേണം. ചുമ്മാതിരുന്ന സമയം കളയാതെ, വേണ്ടാത്ത ജോലികളൊക്കെ ചെയ്ത് നിന്ന് കുടിച്ചും ശരീരം നഷ്ടപ്പെടുത്താതെ കർത്താവിന് വേണ്ടി ആദ്യം പോയി പട്ടാളത്തിൽ വിടും. മക്കളെല്ലാം, ചെറുപ്പക്കാരെല്ലാം പോയി പട്ടാളത്തിൽ ചേരെ. എനിക്ക് സന്തോഷമാണ്. അവിടെ പോയി ഒരു 10 വർഷം 15 വർഷം ജോലി ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. ഇനി അതിനുള്ള സമയമില്ല. എന്നാലും ആ കൂട്ടത്തിൽ യേശുവിനെ സാക്ഷിക്കുക, രക്ഷയുടെ അനുഭവം പ്രവഹിക്കുക. വേറെ ഒരു ജോലിക്കും പോകരുതെന്നാണ് എൻ്റെ ആഗ്രഹം. സഹോദരിമാർക്കും പട്ടാളത്തിൽ ചേരെ ഇപ്പോൾ അവസരമുണ്ട്, പോയി ചേരെ കേട്ടോ. കുറച്ച് പേര് നിങ്ങളൊക്കെ പോയി ചേർന്ന് രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്യുന്ന ആ മെത്തേഡ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദൈവരാജ്യത്തിന് വേണ്ടി നന്നായിട്ട് അധ്വാനിക്കാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നല്ല ഭടനായി ക്രിസ്തുയേശുവിലെ വായിക്കാം. ക്രിസ്തുയേശുവിന്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. മനസ്സിലാവുന്നു? എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു, ഒന്നുകിൽ അച്ഛനാകണം അല്ല പട്ടാളക്കാരനാകണം എന്നായിരുന്നു. രണ്ടുമായി അല്ലേ? കർത്താവ് രണ്ടും കൂടെ ഒന്നിച്ചാക്കി. ഒന്നുകിൽ അച്ഛൻ പട്ടത്തിന് പോകണം, അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി പട്ടാളക്കാരനാകണമെന്നായിരുന്നു. ഞാനും എൻ്റെ ഒരു പെങ്ങളുടെ ഭർത്താവ് ഗൾഫിൽ ഒരു നല്ല ഉദ്യോഗസ്ഥനാണ്, ഗവൺമെൻറ് ജനറൽ എഞ്ചിനീയറിംഗ് ഇതിൽ ഒരു പട്ടാളക്കാരനാണ്. ഇപ്പോൾ പുള്ളിയുടെ ഉടുപ്പൊക്കെ ഞാൻ എടുത്ത് തൊപ്പിയൊക്കെ വെക്കും. എനിക്കൊരു പട്ടാളക്കാരനാവണമെന്ന് ഞാൻ ചെറുപ്പത്തിൽ പറയുമായിരുന്നു. വീട്ടുകാരെന്നെ അച്ഛനാകാൻ പ്രതീക്ഷിച്ചു. പക്ഷേ പിന്നീട് രണ്ടുമായി. ക്രിസ്തുയേശുവിൽ നല്ല ഭടൻ. ആ ഭടൻ ധരിക്കുന്ന പട്ടാള കുപ്പായമാണ് എഫേസ് ലേഖനം 6-ാം അധ്യായത്തിൽ കാണുമ്പോൾ അരയ്ക്ക് ശിരസ്ത്രം, മാറത്ത് മാർക്കവചം, ബൂട്ട്സൊക്കെ ഇരിക്കുന്ന ഒരാളെ കാണുന്നില്ല പൗലോസ്. പൗലോസും പട്ടാളക്കാരനായിരുന്നു. കുറേ നാൾ പട്ടാളത്തിൽ ജോലി ചെയ്താണ്. അത് പറയുന്നില്ലെങ്കിലും തൻ്റെ ഇതിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നല്ല ഭടനായി ക്രിസ്തുയേശുവിൽ വായിക്കാം, വീണ്ടും വായിച്ചു. നല്ല ഭടനായി ക്രിസ്തുയേശുവിന്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം അനുഭവിക്കുക. പിന്നെ പടചേർത്തവനെ പ്രസാദിപ്പിക്കുക. 4-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ സുവിശേഷകന്റെ വേല ചെയ്യും. 5-ാം വാക്യം വായിച്ചു, 2 തിമോത്തിയോസ് 4:5. നല്ല ഭടനായി കഷ്ടം അനുഭവിക്കുക, സുവിശേഷകന്റെ വേല ചെയ്യുക. വായിക്കാം. നീയോ സകലത്തിനും നിർമ്മതനായിരിക്കുക. നാം നിർമ്മതനായിരിക്കണം, നല്ലൊരു മനസ്സാക്ഷിക്കുടനായിരിക്കണം, ആരെയും ദ്രോഹിക്കരുത്, നന്മയെ ചെയ്യാവൂ. നന്മ ചെയ്യാൻ അവസരം കിട്ടിയാൽ ഒന്നും കളയരുത്. അതൊക്കെ പിന്നീട് നമുക്ക് കൊയ്യാം. വിതയ്ക്കുന്നത് കൊയ്യും. നന്മ ചെയ്യാൻ അവസരം കിട്ടിയാൽ ഏത് സമയത്തും അത് ചെയ്തോ, അതൊരു ചാൻസായിട്ട് എടുത്തു. നാളെ അത് നിനക്ക് കൊയ്തെടുക്കാം. അത് നഷ്ടമല്ല. വിശ്വാസിക്കോ ആർക്കായിരുന്നാലും ശരി, നമ്മുടെ വാക്കുകൊണ്ടോ നമ്മുടെ പ്രവൃത്തി കൊണ്ടോ നമ്മുടെ പണം കൊണ്ടോ എന്തുകൊണ്ടും ഒരുത്തിനെ സഹായിക്കേണ്ട ഒരു അവസരം കിട്ടിയാൽ അത് ചെയ്തു. നാളെ നിനക്ക് അത് 10 മടങ്ങ് തിരിച്ചു കിട്ടും. ദൈവത്തിന് സ്തോത്രം. വായിക്കാം. നീയോ സകലത്തിനും നിർമ്മതനായിരിക്കുക, കഷ്ടം സഹിക്കുക, സുവിശേഷകന്റെ പ്രവൃത്തി ഞാൻ പറഞ്ഞില്ല. സുവിശേഷം എന്ന് പറയുന്നത് ബൈബിളിൽ ഏറ്റവും പ്രാധാന്യമുള്ളൊരു വർക്കാണ്. എനിക്ക് തോന്നുന്ന ഒരു അപ്പോസ്തലന്റെ വേല ശ്രേഷ്ഠമാണ്, പക്ഷേ അതിലും ദൈവം ഇഷ്ടപ്പെടുന്ന ഒരു വേലയാണ്. എന്താ? സുവിശേഷം. നമുക്കറിയാം, നമുക്ക് 5 വിരലുണ്ട്. നമ്മളത് കൈകൂപ്പി നോക്കിയേ. ഈ 5 വിരലെന്ന് പറയുന്നതിൻ്റെ ഫ്രണ്ട് നിൽക്കുന്നത് ചെറുവിരല അല്ലേ? ഈ ചെറുവിരലിന് അല്പം മോശമൊന്നുമല്ല. വിരലുകൾ തമ്മിലൊരു മത്സരം, അല്ല, അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. നടുവിരൽ പറഞ്ഞു ഞാനാണ് ഏറ്റവും വലിയവൻ, പൊക്കമുള്ളവൻ. ഉടനെ ഈ മോതിരവിരൽ പറഞ്ഞു നീ പൊക്കമുള്ളവനാണെങ്കിലും കല്യാണ മോതിരം എൻ്റെ ഈ കയ്യിലിടുന്നത്. ഫിൻലൻഡുകാർ പറയും, ഈ കല്യാണത്തിൽ എന്തിനാണ് ഈ പണ്ടുകാലത്ത് മോതിരം ഈ വിരലിലിടുന്ന് ചോദിച്ചാൽ, മറ്റെല്ലാ വിരലിനേക്കാൾ ഈ വിരലിൻ്റെ ഒരു നാഡി കറക്റ്റ് തലച്ചോറിൽ ചെല്ലുന്നതാണ് പറയുന്നത്. ഈ വിരലിൻ്റെ ഒരു സ്പെഷ്യൽ ഞരമ്പ് തലച്ചോറിൽ ചെല്ലുന്നതാണ്. അപ്പോൾ ആ തലച്ചോറിൽ ചെല്ലുന്ന സമയത്ത് ഈ മോതിരം ഇവിടെ കിടക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഫ്രിക്ഷനിൽ ഈ ഞരമ്പ് എപ്പോഴും വർക്ക് ചെയ്യുന്നതാണ്. അത് ഈ കുടുംബജീവിതത്തിൻ്റെയും വിവാഹ ജീവിതത്തെയും ഊട്ടി ഉറപ്പിക്കുന്ന എന്തോ ഒരു ഗ്രന്ഥി അവിടെ ഉണ്ടെന്നാണ് അവർ പറഞ്ഞു. ഫിൻലൻഡുകാർ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വിരലിൽ മോതിരിടാൻ കാരണം. എന്നാൽ ചൂണ്ടുവിരൽ കയറി പറഞ്ഞു നീ പൊക്കമുണ്ടെങ്കിലും ഞാനാണ് ഒരു മനുഷ്യൻ്റെ നേരെ അധികാരത്തോടെ ചൂണ്ടെന്ന് പറഞ്ഞു. ഇല്ലയോ? തള്ളവിരലെന്താ പറഞ്ഞു, എനിക്കാണ് കമാൻഡിങ്. പണ്ട് നീറോ ചക്രവർത്തിമാരുടെ കാലത്തിൽ ഈ ചെറുവിരലാണ് അവർ നേരെ കാണിച്ചാൽ എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ വർക്ക് ആരംഭിച്ചോണം, ഇങ്ങനെ കുരിച്ചു കാണിച്ചാൽ
ഇൻറ്റേർണൽ ഫോഴ്സ് അവിടെ പ്രവൃത്തി ആരംഭിച്ചോണം. ഈ വിരലിലാണ്, തള്ളവിരലിലാണ് ഇത്. രാജാക്കന്മാർ അന്ന് മൈക്കൊന്നുമില്ലല്ലോ. അപ്പോൾ ദൂരെ ഇരിക്കുന്ന ഫീൽഡ് മാർഷൽസിന് ഓർഡർ കൊടുക്കുന്ന ഈ വിരൽ, രാജാവ് സിംഹാസനത്തോണ്ട് ഇങ്ങനെ കാണിച്ചിട്ട് ഈ വിരൽ അനക്കിയാൽ എക്സ്റ്റേണൽ ഫോഴ്സും, ഇങ്ങനെ കാണിച്ചു വിട്ടാൽ ഇൻറ്റേർണൽ ഫോഴ്സ്, നമ്മുടെ പറഞ്ഞ ഡിഫൻസും ഹോം, പോലീസുകാരും പട്ടാളക്കാരും പ്രവൃത്തി ആരംഭിക്കുന്നതിനാണ്. അങ്ങനെ ആരും മോശക്കാരല്ല. എന്നാൽ ചെറുവിരൽ പാവം ഉടനെ എല്ലാവരും തടഞ്ഞു പോലെ. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളൊക്കെ, പക്ഷെ ഞാൻ രാജാക്കന്മാർ മുമ്പിൽ ചെല്ലുമ്പോൾ ഞാനായിരിക്കും ഫസ്റ്റ്, ഇല്ലയോ? നിങ്ങളൊക്കെ പുറകിലും, രാജാവിൻ്റെ മുൻപിൽ. അതാണ് സമാധാനത്തെ സുവിശേഷിക്കുന്നത്. സുവിശേഷകനാണ് ഏറ്റവും ഫ്രണ്ടിൽ. ഈ സമാകൂടാരത്തിൽ നമ്മൾ നോക്കുമ്പോൾ 48 പലകൾ, വിശ്വാസിക്കുന്നുള്ള ഈ പലകളെ കോർത്തിണക്കി നിൽക്കുന്ന 5 അന്താഴങ്ങളാണ്. അതിലൊന്ന് സുവിശേഷകനാണ്. എഫെസ്യർ 4-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അവൻ ചില അപ്പോസ്തലന്മാരും ചില പ്രവാചകന്മാരും ചില ഉപദേശകന്മാരും ചില സുവിശേഷകരും ചില പാസ്റ്റർമാരുമായി നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും ക്രിസ്തുവിനെ പറ്റിയുള്ള വിശ്വാസത്തിലും അറിവിലും ഒന്നാക്കുന്നതിനും പിന്നെ അവൻ്റെ സമ്പൂർണ്ണതയായ വളർച്ചയ്ക്കും തലയോളം വളരുന്നതിന് വേണ്ടി, ആ പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠതയ്ക്കും വേണ്ടിയാണ് ഈ 5 വിധ ഉദ്യോഗസ്ഥന്മാർ. അതാണ് സമാകൂടാരത്തിൽ 5 അന്താഴങ്ങൾ. അതിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്നതെന്നറിയാമോ? ഈ സുവിശേഷകൻ്റെ അന്താഴമാണ് ഏറ്റവും മുകളിൽ നിൽക്കുന്നത്. അതുകൊണ്ട് സമാകൂടാരത്തെ പറ്റിയൊക്കെ പഠിക്കാമെങ്കിൽ നല്ല ഉപദേശങ്ങൾ പഠിക്കാം. അപ്പോൾ ഏറ്റവും മുകളിൽ നിൽക്കുന്നത് ഈ പറഞ്ഞ പോലെ സുവിശേഷകൻ്റെ ഇതാണ്, അന്താഴമാണ്. ആ 5 അന്താഴങ്ങളാണ് ഇതിനെ. അതിൽ നടുക്കൂടെ പോകുന്നത് ക്രിസ്തു എന്ന് പറയുന്ന, അല്ലെങ്കിൽ അപ്പോസ്തലന്മാർക്ക് നല്ലതായിട്ട് നിൽക്കുകയാണ്. കാരണം മറ്റുള്ളവരുടെ എല്ലാം വർക്ക് മാറിയാലും ഈ അപ്പോസ്തലികമായ ഉപദേശം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഒരു കാലത്ത് നമ്മൾ പിന്മാറിപ്പോവുകയില്ല. അതാണ് പർവ്വതത്തിൽ സുവിശേഷം അറിയിക്കുന്നതിൻ്റെ കാൽ. വീണ്ടും വായിച്ച് യെശയ്യാപ്രവചനം 52:40-8 വായിച്ച്. യെശയ്യാപ്രവചനം 40:8 മുതൽ. അത് കഴിഞ്ഞതിന് ശേഷം 52:7 മുതൽ 9 വരെയും വായിക്കാം. മൈര 40:8 തമിഴോ മലയാളമോ ഏതെങ്കിലും മൈര. ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിൽക്കും. മലയാളം വായിച്ചു. നമ്മുടെ ദൈവത്തിന്റെ വചനം എന്നേക്കും നിലനിൽക്കുന്നു. അടുത്തത്, സുവാർത്താദൂതിയായ സിയോനെ നീ ഉയർന്ന പർവ്വതത്തിലേക്ക് കയറി ചെല്ലുക. നോക്കണം, സുവാർത്താദൂതിയായ സിയോനെ നീ ഉയർന്ന പർവ്വതത്തിലേക്ക് കയറി ചെല്ലുക. പിന്നെ സുവാർത്താദൂതിയായ യെരൂശലേമേ, സിയോൻ യെരൂശലേം ചേർന്നല്ലേ സഭ, നീ ശക്തിയോട് ഉയർത്തുക. ഈ കാലത്തിൽ കാഹളം പോലെ നിന്റെ സുവിശേഷം ഉയർത്തുക. അടുത്തത്, ഭയപ്പെടാതെ, ഭയപ്പെടുത്തുന്ന പല ശക്തികൾ ചുറ്റുമുണ്ടെങ്കിലും നീ ഭയപ്പെടാതെ ഉയർത്തുക. പിന്നെ നീ പറ, ഇതാണ് ദൈവം, മറ്റൊരുത്തൻ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യടയിൽ നൽകപ്പെട്ട വേറെ നാമമില്ലെന്ന് പറ. നീ ഭയപ്പെടണ്ട, അതാണ് സത്യം. അത് പറഞ്ഞ് നീ ജീവൻ പോയാലും ശരി, നിനക്ക് പകരം 1000 ദൈവം നിൽപ്പിക്കും. അടുത്തത്, എന്തൊക്കെയുണ്ട്? കൂലിയും പ്രതിഫലവുമായി യേശു വരികയാണ്. കൂലിയും പ്രതിഫലമായി യേശു വരികയാണ്. അന്ന് നിങ്ങൾ ലജ്ജിക്കാനിടയായത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എന്നെ ദൂതന്മാരുടെ മധ്യേ നിങ്ങൾ അല്ലെങ്കിൽ മനുഷ്യന് മുമ്പിൽ ഏറ്റുപറഞ്ഞാൽ ഞാൻ നിങ്ങളെയും സ്വർഗസ്ഥനായ ദൈവത്തിന് മുമ്പാകെ ഏറ്റുപറയും. നിങ്ങൾ തള്ളിപ്പറഞ്ഞാൽ ഞാനും സ്വർഗീയ ദൂതന്മാരുടെ മധ്യേ നിങ്ങളെ തള്ളിപ്പറയും. ഒരു നാളും ഞാൻ നിന്നെ അറിയുന്നില്ലെന്ന് പറയും. അതുകൊണ്ടാണ് പൗലോസ് ഈ സുവിശേഷം ഇച്ചിരി നിന്നയാണ്. ഇതറിയിക്കുമ്പോൾ തീമോഥെയോസിൽ പറയുന്നത്, ഞാൻ ക്രൂശ് വഹിച്ചുകൊണ്ട് അവൻ്റെ നിന്ദയും ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് കഷ്ടം. യേശു ക്രിസ്തു അവസാനം കുരിശും ചുമന്നുകൊണ്ട് യെരൂശലേമിന് പുറത്ത് ഗുൽഗോഥ മലയിൽ താൻ ക്രൂശിക്കപ്പെട്ടതുപോലെ പൗലോസും അവസാന കാലഘട്ടത്തിൽ തൻ്റെ മരണസമയത്തിന് മുമ്പ് തന്നെ കൊല്ലാൻ പിടിച്ചപ്പോൾ, ഇവൻ യഹൂദനാണ്, പക്ഷേ റോമൻ പൗരത്വം ഉണ്ടായിരുന്നുകൊണ്ട് റോമൻ പൗരത്വമുള്ളവരെ ക്രൂശിക്കാൻ അവകാശമില്ല, നിയമമില്ല. റോമൻ പൗരത്വത്തിൽപ്പെട്ടൊരുത്തൻ തെറ്റ് ചെയ്താലും അവനെ ക്രൂശിക്കാൻ നിയമമില്ല. അങ്ങനെ റോമൻ പൗരത്വം ഉണ്ടായിരുന്ന പൗലോസിനെ എന്ത് ചെയ്യണമെന്ന് പൗലോസിനോട് എന്നെ ചോദിച്ചു. പൗലോസ് പറഞ്ഞു, എൻ്റെ യജമാനൻ ക്രൂസ് ചുമന്നുകൊണ്ട്
പാളയത്തിന് പുറത്ത് കഷ്ടം അനുഭവിച്ചപ്പോൾ എന്നെയും പാളയത്തിന് പുറത്ത് നിങ്ങൾ കൊന്നോളാൻ പറഞ്ഞു. അങ്ങനെ കുരിശും ചുമന്ന് അല്ലെങ്കിൽ പൗലോസിനെ കൊണ്ടുപോയി പാളയത്തിന് പുറത്ത് നഗരവാതിൽ കഷ്ടം അനുഭവിച്ച് അവിടെ പുറത്ത് കൊണ്ടുപോയി ഒരു കല്ലിന്മേൽ വെച്ച് അവിടെ തലയറുത്തു പൗലോസിനെ. അങ്ങനെയാണ് പൗലോസ് മരിച്ചത്. പത്രോസ് അപ്പോസ്തലൻ റോമിൽ വെച്ച് എല്ലാ അപ്പോസ്തലന്മാരും മരിച്ചുകൊണ്ടിരിക്കുന്നു, നീയെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ജീവനോടിരിക്കണം എന്ന് ജനങ്ങൾ ആവശ്യപ്പെട്ടത് കേട്ട് പത്രോസ് ഇച്ചിരി പേടിച്ച് റോമാ നഗരം വിട്ടു പോരുകയാണ്. റോമാ നഗരം വിട്ടു പോരുന്ന സമയത്തിൽ പാതിരാത്രിക്ക് ഒരു ചെറിയ കുട്ടി ഇവനെ വഴി നടത്തിക്കൊണ്ട് വരിക. അങ്ങനെ റോമിൽ നിന്ന് രക്ഷപ്പെട്ട് എങ്ങനെയെങ്കിലും യെരുശലേമിൽ പോയി ഒരു പഴയ അപ്പോസ്തലനായിട്ട് ഇരിക്കണമെന്ന് ആഗ്രഹിച്ച് താൻ വരുന്ന സമയത്തിൽ റോമാ നഗരം കടക്കുന്നതിന് മുൻപ് താൻ പെട്ടെന്നൊരു ദർശനം കണ്ടു. വിവശനായി ഒരു ദർശനം കണ്ടു. മറ്റൊരാള് തനിക്ക് നേരെ കുരിശും ചുമന്നുകൊണ്ട് ഇങ്ങനെ രക്തം ഒലിച്ചുകൊണ്ട് വരികയാണ്. താൻ ഈ കാഴ്ച ഞെട്ടിപ്പോയി. പത്രോസ് ചോദിച്ചു, ആരാകുമെന്ന് ചോദിച്ചു. ഹു ആർ യു? അതാണ് ലാറ്റിൻ ഭാഷയിൽ പറഞ്ഞത് കോവാദീസ്. അത് പുസ്തകമുണ്ട്, സിനിമ ഇറക്കിയിട്ടുണ്ട്, നാടകമുണ്ട്. കോവാദീസ് എന്നുള്ള. ഹു ആർ യു? നീ ആരാ? പത്രോസ് പൗലോസിനോട് ചോദിക്കുക, അല്ല, ഈ ക്രൂശൻ ചുമന്നുകൊണ്ട് വരുന്ന ആളോട് ചോദിക്കുകയാണ്. അപ്പോൾ ആ ആൾ പറഞ്ഞു, ഞാനാണ് യേശു. ഞാൻ വീണ്ടും റോമിൽ ക്രൂശിക്കപ്പെടാൻ പോവുകയാണെന്ന്. യെരുശലേമിൽ ക്രൂശിക്കപ്പെട്ടു, ഇനി വീണ്ടും ഞാൻ റോമിൽ ക്രൂശിക്കപ്പെടാൻ പോവുകയാണെന്ന്. പത്രോസ് തകർന്നു പോയി. പത്രോസ് പേടിച്ച് റോം വിട്ട് വെളിയിലേക്ക് ഓടുമ്പോൾ പത്രോസിനെ ധൈര്യപ്പെടുത്താൻ യേശു ക്രൂശിൻ ചുമന്ന് വന്നവന് പ്രത്യക്ഷനായി. ഇത് കണ്ട ഉടനെ പത്രോസ് ധൈര്യമായി. അവൻ നേരെ റോമിലേക്ക് നടന്നു. റോമിൽ ചെന്ന് അധികാരികളോട് പറഞ്ഞു, നിങ്ങളെന്നെ ക്രൂശിച്ചോളേൻ. അങ്ങനെയാണ് പത്രോസിനെ റോമിൽ വെച്ച് തലകീഴായിട്ട് ക്രൂശിക്കുന്ന സമയത്ത് പറഞ്ഞു, എൻ്റെ യജമാനൻ, എൻ്റെ രക്ഷകനും യജമാനുമായ യേശുവിനെ നിങ്ങൾ തലമേലിൽ ക്രൂശിച്ചെങ്കിൽ ഞാൻ അതിന് യോഗ്യനല്ല. അവൻ്റെ പാദം മുത്തിക്കൊണ്ട് തലകീഴായി എന്നെ ക്രൂശിക്കാൻ പറഞ്ഞു. അങ്ങനെ പത്രോസും സുവിശേഷത്തിൽ അവസാനത്തെ രക്തസാക്ഷികളായി തീർന്നു. ഇതേ പാരമ്പര്യമാണ് പ്രിയരെ നമുക്കുള്ളത്. ഇത് വിട്ടുകളഞ്ഞിട്ട് ലോകമനുഷ്യനെ പോലെ തിന്നും കുടിച്ചും പിള്ളേരെ വളർത്തി സമ്പാദിച്ചൊക്കെ പോകുന്ന നിങ്ങളുടെ മനസ്സെങ്കിൽ സ്വർഗരാജ്യവും ദൈവമായിട്ട് നിങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. ഇന്നു മുതൽ ഈ സുവിശേഷത്തിന് വേണ്ടി, അല്ലെങ്കിൽ ആ സാക്ഷ്യം പറഞ്ഞാൽ മാത്രം പോരാ, ആ സാക്ഷ്യമായിട്ട് നാം ജീവിക്കുക. നമ്മുടെ അനുഭവങ്ങൾ മറ്റുള്ളവർ ഷെയർ ചെയ്യുക. വേറെ ഒന്നും ചെയ്യേണ്ട. അതിന് കോൺകോർഡൻസും വേണ്ട, സിലബസും വേണ്ട, മറ്റുള്ള പ്രസംഗം കേൾക്കുകയും വേണ്ട. നിങ്ങളുടെ അനുഭവങ്ങൾ പച്ച മലയാളത്തിലേക്ക് പറഞ്ഞാൽ മതി. എൻ്റെ ഇതൊക്കെ കേൾക്കുന്ന ചിലർ പറയും, ഭാഷ വളരെ സാധാരണ ഭാഷയിൽ, നാടൻ ഭാഷയിൽ, വലിയ ഫ്ലവറി വേർഡ്സസ് ഒന്നുമില്ല, സാധാരണ ഭാഷയിൽ പറയുന്നതാണ് ഞാൻ കൂടുതൽ മനസ്സിലാകുന്നത്. നിങ്ങളുടെ അനുഭവം അങ്ങനെ പറഞ്ഞാൽ മതി. അതിനകത്ത് വലിയ ഫ്ലവറി വേഴ്സസ് ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അനുഭവങ്ങൾ പറയുമ്പോൾ അതാർക്കും മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ സുവിശേഷത്തിൻ്റെ വക്താക്കളായിട്ട് നിങ്ങളുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്ത് നിത്യരാജ്യത്തിന് വേണ്ടി ഒരുങ്ങുന്നവരായി തീർക്കുക. യെശയ്യാപ്രവചനം 52:7 മുതൽ 9 വരെയും കൂടെ വീണ്ടും വായിക്കാം. സമാധാനത്തെ ഘോഷിച്ച് നന്മയെ സുവിശേഷിക്കുകയും രക്ഷയെ പ്രസിദ്ധമാക്കുകയും സിയോനോട് നിന്റെ ദൈവം വാഴുന്നു എന്ന് പറയുകയും ചെയ്യുന്ന സുവാർത്താദൂതന്റെ കാൽ പർവ്വതങ്ങളിന്മേൽ എത്ര മനോഹരം. തമിഴിൽ വായിച്ച്. நற்காரியங்களை சுவிசேஷமாய் அறிவித்து ரட்சிப்பை பிரசித்தப்படுத்தி உன் தேவன் ராஜரீகம் பண்ணுகிறார் என்று சியோனுக்கு சொல்லுகிற சுவிசேஷனுடைய பாதங்கள் மலைகளின் மேல் எவ்வளவு அழகாயிருக்கிறது. മലയാളത്തിൽ വീണ്ടും വായിച്ച്. സമാധാനത്തെ ഘോഷിച്ച് നന്മയെ സുവിശേഷിക്കുകയും രക്ഷയെ പ്രസിദ്ധമാക്കുകയും ചെയ്യുന്ന നിന്റെ ദൈവം വാഴുന്നു എന്ന് പറയുന്നു. നിന്റെ ദൈവം ജീവിക്കുന്നു, നിന്റെ ദൈവം വാഴുന്നു. പിന്നെ സുവാർത്താദൂതന്റെ കാൽ. ആരെ ഘോഷിക്കുന്ന? നീ ആരാ? സുവാർത്താദൂതൻ. നിന്റെ പേരെന്താ? സുവിശേഷം പ്രസംഗിക്കുന്ന, അറിയിക്കുന്ന നീ സുവാർത്താദൂതന്റെ കാൽ എത്ര മനോഹരം. പിന്നെ നിന്റെ കാവൽക്കാരുടെ ശബ്ദം കേട്ടുവോ? എത്ര മനോഹരം. എല്ലാവരും എഴുന്നേറ്റ് നിന്നേ. നിങ്ങളുടെ കാൽ സുവിശേഷം ഘോഷിക്കുന്ന, ജീവിച്ചുകൊണ്ട് സുവിശേഷം ഘോഷിക്കുന്ന നിങ്ങളുടെ കാൽ എത്ര മനോഹരം. ഉത്തമഗീതം 7-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിൽ പ്രഭുകുമാരി ശരിപ്പെട്ടിരിക്കുന്നതിന്റെ കാൽ എത്ര മനോഹരം. നോക്കണം. രക്ഷയുടെ സുവിശേഷത്തിന് വേണ്ടി നമുക്കൊരു ബൂട്ട്സ് ഉണ്ട്. ആ രക്ഷയുടെ സുവിശേഷം ഒരു ബൂട്ട്സാണ്. ഈ ബൂട്ട്സ് കൊണ്ട് സാത്താന്റെ തലയെ തകർക്കാം, രക്ഷയിലേക്ക് മനുഷ്യൻ നടത്തുകയും ചെയ്യാം. ഹല്ലേലൂയ. പർവ്വതത്തിലെത്ര മോഹനോ സുവാർത്താദൂതന്റെ കാൽ,
പർവ്വതത്തിൽ എത്ര മോഹനം സുവാർത്തയൂരന്റെ കൊടിയുയർത്തുവിൻ ജയത്തിൻ കൊടിയുയർത്തുവിൻ നിന്റെ പർവ്വതത്തിൽ എത്തിച്ചേരുവിൻ ജീവൻ പാടുവിൻ രാജാവ് ഭോഗമരുന്നില്ലയോ രാജാവ് ഭോഗമരുന്നില്ലയോ നമ്മളെ ഉണർന്നു നീങ്ങണം നീങ്ങം ധരിക്കണം പർവ്വതത്തിലെത്ര മോഹനം സുവാർത്തയിൽ നിന്നേതിന്റെ പർവ്വതത്തിലെത്ര മോഹനം സുവാർത്തയുടെ കൊടിയുയർത്തുവിൻ ജയത്തിൻ വിശ്വാസ ആദ്യമാണെന്ന പോലെ കാത്തിടും വിശുദ്ധരെ നിന്റെ രാജീരനില്ലയോ ലോകത്തിൽ പരിത്യജിക്കണോ ദോഷം വിട്ടതെന്നു നീങ്ങണോ അന്ധകാര ശക്തിയോടെ വർത്തമാൻ ചെയ്യിക്കണോ അന്തരംഗ ആത്മശക്തിയാൽ വിശുദ്ധമാക്കണോ അന്ധകാര ശക്തിയോടെ വർത്തമാൻ ചെയ്യിക്കണോ അന്തരംഗ ആത്മശക്തിയാൽ വിശുദ്ധമാക്കണോ അന്ധകാരം കൊടിയുയർത്തുവിൻ ജയത്തിൻ ഒന്നരന്റെ വെള്ളത്തിൽ സംഭവിച്ചിടുന്ന ലോകത്തെ ജയമെടുത്ത വീരരായി വിശുദ്ധരായി മൃഗസ്ഥര കൃപയിലെന്നും ആശ്രയിച്ചു വരവിനായൊരുങ്ങിട ജയമെടുത്ത വീരരായി വിശുദ്ധരായി മൃഗസ്ഥര കൃപയിലെന്നും ആശ്രയിച്ചു വരവിനായൊരുങ്ങിട കർത്തനെ